ഭദ്രദീപോജ്വലനം എന്ന മഹത്തായ കർമ്മയജ്ഞം ഇവിടെ നിർവഹിക്കപ്പെട്ടു. ഇനി പ്രാർത്ഥനകളാണ്. നിരന്തരം പ്രാർത്ഥനകൾ പെയ്തിറങ്ങുന്ന ഈ മുഹൂർത്തത്തിൽ പ്രാർത്ഥനാലാപനത്തിനായി കുമാരി ഭവ്യ ഭവിനേഷിനെ സാദരം ക്ഷണിക്കുന്നു. പ്രാർത്ഥനകൾ നിറയുന്ന അനവധ്യമായ ഈ സന്നിധാനം ഈ ചടങ്ങിൽ പ്രാർത്ഥനകളോട് സമാരംഭം കുറിക്കപ്പെടുകയാണ്. ശ്രീഭദ്ര ശിവരൂപിണി ശിവകരീ ഹ്രീംകാര ബീജോദ്ഭവ ശ്രീചക്രാംഗിത ബിന്ദുമധ്യവസതി ശ്രീശൈല നാഥ പ്രിയ ശ്രീമദ്ഭാസുര നിഗ്രഹ സ്മിതമുഖി ശ്രീസന്നുത ശ്യാമള ശ്രീമാധാദ്രി നിവാസിനി ഭഗവതി ധ്യായേത് ജഗന്മോഹിനി ധ്യായേത് ജഗന്മോഹിനി. ഉമ്മയും നന്മയും ഒന്നാകുന്ന അതിധന്യമായ ഈ പവിത്രവേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുക എന്ന പരിഭാവനമായ ചടങ്ങിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അതിഥികളെ സ്വാഗതം ചെയ്യുവാനായി ഈ ദേവസ്വം ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ എം വേണുഗോപാൽ സാർ അവരുടെ അതിഥികൾക്ക് സ്വാഗതമരുളുക എന്ന ചടങ്ങിനായി സാദരം ക്ഷണിക്കുന്നു. വാണിദേവിയുടെ പാദസ്പർശം കൊണ്ട് തിരുമാന്താംകുന്ന് ധന്യമായിരിക്കുകയാണ്. ബഹുമാന്യയായ ശ്രീ കെ എസ് ചിത്ര, ആദരണീയനായ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ ശ്രീ എം ആർ മുരളി, ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് കമ്മീഷണർ സി ബീന അവർകൾ, ബോർഡംഗം ശ്രീമതി സുധാകുമാരി, മലപ്പുറം അസിസ്റ്റൻറ്റ് കമ്മീഷണർ പി ടി വിജയ് മാഡം, ഇന്ന് ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന മറ്റു വിശിഷ്ട വ്യക്തികളായ ശ്രീ പി സി അരവിന്ദൻ, എടപ്പറ്റ കോമരം, മുതുവറ നമ്പീശൻ, ആദരണീയനായ തന്ത്രി മുഖ്യൻ പി എം നാരായണൻ നമ്പൂതിരി, ആരാധ്യനായ ദേവസ്വം ട്രസ്റ്റി എം സി ശ്രീധരവർമ്മ രാജ, ഈ ചടങ്ങ് ശ്രവിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള തിരുമാന്താംകുന്നിലെ അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, എന്തു പറയണമെന്നറിയാത്ത സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു മുഹൂർത്തമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന അതേ വികാരത്തിൻ്റെ തിരത്തള്ളലാണ് ഞാനും ഇപ്പോൾ അനുഭവിക്കുന്നത്. പൂരത്തിൻ്റെ തിരുമാന്താംകുന്ന് ക്ഷേത്രോത്സവത്തിൻ്റെ 2024 അനുബന്ധ പരിപാടിയായ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമായി മാന്ധാദ്രി പുരസ്കാരം നൽകുന്ന പ്രവണത അല്ലെങ്കിൽ ആ രീതി കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ആരംഭിച്ചത്. മാന്ധാദ്രി പുരസ്കാരം ഇതിനു മുമ്പ് 2017 മുതൽ നൽകി വരുന്നുണ്ട് എങ്കിൽ പോലും ഈ ക്ഷേത്രത്തിലെ ഞെരളത്ത് സംഗീതോത്സവവുമായി ബന്ധപ്പെട്ട വേദിയിലാണ് ആ പുരസ്കാരം
വിവിധ കലാമേഖലകളിലെ പ്രഗത്ഭരായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് ആദരിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ഈ പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ മാന്ധാദ്രി പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും നിരവധി പ്രമുഖ വ്യക്തികൾ ഇതിനു മുമ്പ് ഈ സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പത്മഭൂഷൺ നമ്മുടെ മല്ലിക സാരാഭായ് അവർകളാണ് അവാർഡിന് അർഹയായത്. ഇത്തവണ നമുക്ക് വലിയ പുണ്യമായി, വലിയ സൗഭാഗ്യമായി നമ്മുടെ സ്വന്തം KS ചിത്ര, ആ പേരിനോടൊപ്പം മറ്റൊരു വിശേഷണവും ചേരില്ല, അല്ലെങ്കിൽ അപ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ ഹൃദയം കൊണ്ട്, ലോക മലയാളികൾ മുഴുവൻ ചിത്ര ചേച്ചി എന്നോ ചിത്ര അമ്മയോ എന്നോ ഹൃദയം കൊണ്ട് വിളിക്കുന്ന ആ പേര് തന്നെയാണ്, അതുതന്നെയാണ് അതിൻ്റെ വിശേഷണം. ആ മഹാസൗഭാഗ്യത്തെ, മഹാപുണ്യത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, തിരുമാന്താംകുന്ന് നിലമ്മയുടെ ഭക്തർക്ക് എല്ലാവർക്കും വേണ്ടി ഏറെ ആദരവോടുകൂടി, ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. ആരാധ്യനായ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനാണ് MR മുരളി അവർകളാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരമൊരു ചടങ്ങിൽ സംബന്ധിക്കാനാവാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. ആ വിവരം ചിത്രചേച്ചി അറിയിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആദരവും അറിയിക്കുന്നതിന് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹപൂർവ്വം ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ സമാരാധ്യനായ അധ്യക്ഷൻ MR മുരളി സാറിനെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിന് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ C. ബീന അവർകളാണ്. ബീന മഠത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ PT വിജയ് അവർകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. വിജയ് മേഡത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാധ്യനായ തന്ത്രി പന്തലക്കോടത്ത് ദാമോദരൻ നമ്പൂതിരി അവർകളെ ഞാൻ ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ മറ്റു 3 വിശിഷ്ട വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. തിരുമാന്താംകുന്നിൽ അമ്മയുടെ, അല്ലെങ്കിൽ തിരുമാന്താംകുന്നിൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ തിരുമാന്താംകുന്നിലെ തന്നെ നമ്മുടെ സ്വന്തം ഈ തിരുമാന്താംകുന്നിൽ അമ്മയുമായി അത്രയേറെ ബന്ധമുള്ള, അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂട്ടാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കഴിയാത്തതാണ് തിരുമാന്താംകുന്ന് ഭഗവതി എന്നത് നിങ്ങൾക്കറിയാം. PC അരവിന്ദേട്ടനാണ്. അരവിന്ദേട്ടനെ ഏറെ സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, കോമരം എന്നാൽ നമുക്ക് ഒറ്റ മുഖമാണ് ആദ്യം മനസ്സിൽ വരിക. എടപ്പറ്റ കോമരം എന്ന വള്ളുവനാടിൻ്റെ നിരവധി ക്ഷേത്രങ്ങളിലെ വെളിച്ചപ്പെട്ടുകൊണ്ട് ദേവി വെളിപാടുകൾ നമുക്ക് പകർന്നെന്ന എടപ്പറ്റ കോമരത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴകവൃത്തി ഒരു അങ്ങേയറ്റത്തെ ആത്മാർപ്പണത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഈ ക്ഷേത്രവും അനുബന്ധമായ നിരവധി ക്ഷേത്രങ്ങളിലും കഴകവൃത്തി ചെയ്ത് നമ്മുടെ ഈ അങ്ങാടിപ്പുറത്തിൻ്റെ അഭിമാനമായ മുതുവറയുടെ അഭിമാനമായ ശ്രീ മുതുവറ നമ്പീശനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ഭാഷണം നടത്തുന്നത് പ്രിയപ്പെട്ട NP വിജയകൃഷ്ണൻ സാറാണ്. കലാനിരൂപകൻ എന്നതിലുപരി തിരുമാന്താംകുന്ന് അമ്മയുടെ ഉത്കൃഷ്ട ഭക്തൻ എന്ന നിലയിലും ഈ തിരുമാന്താംകുന്ന് മാന്ധാദ്രി പുരസ്കാരത്തിൻ്റെ ജൂറി ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വിജയകൃഷ്ണേട്ടനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ AN ശിവപ്രസാദ് ക്ഷേത്രത്തിൻ്റെ അസിസ്റ്റന്റ് മാനേജറാണ്. ഔപചാരികതയുടെ പേരിൽ ശ്രീ ശിവപ്രസാദിന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകർ, ഈ ചടങ്ങ് അതുപോലെ തന്നെ ചിത്ര ചേച്ചിയെ കാണാനും കേൾക്കാനും ഒക്കെ എത്തിയിട്ടുള്ള സംഗീത പ്രേമികളും ദേവിയുടെ ഭക്തരുമായിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കും വേണ്ടി എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മലബാർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ സുധാകുമാരി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിഭാവനമായ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ശ്രീമതി സുധാകുമാരി, മലബാർ ദേവസ്വം ബോർഡ് അംഗമാണ്.
അവർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, നമ്മുടെ പൂരത്തിൻ്റെ 2ാം ദിവസമാണ്. തിരുവാന്താംകുന്നിൽ ഈ പൂരം 12 ദിവസത്തെ പൂരം എന്ന് പറയുമ്പം അങ്ങാടിപ്പുറം ദേശവും അതിനപ്പുറം തന്നെ ഒരു ഉത്സവകാലമാണ്. ഏതൊരു സ്ഥലത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരായാലും എല്ലാവരും തന്നെ ചിലപ്പം ഓണത്തിനും വിഷുവിനും വന്നില്ലെങ്കിൽ പോലും പൂരക്കാലത്ത് എല്ലാവരും തിരുവാന്താംകുന്നിൽ അങ്ങാടിപ്പുറത്ത് എത്താതിരിക്കില്ല. തീർച്ചയായിട്ടും ഈ പൂരം നമ്മുടെ സാംസ്കാരിക സദസ്സ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹാളിൽ ഇങ്ങനെ ഒരു പുരുഷാരം നിറഞ്ഞു നിൽക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് നമ്മുടെ ചിത്ര ചേച്ചിക്കുള്ളൊരു വലിയ ആദരം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദരണീയനായ ശ്രീ MR മുരളി അവരെ ക്ഷണിക്കുന്നു. ആരാധനാലയങ്ങൾ എപ്രകാരമായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച നമ്മുടെ ആദരണീയ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. മലയാളത്തിൻ്റെ വാനമ്പാടിയെ കാണാനും കേൾക്കാനും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള ഈ നാടിൻ്റെ പുണ്യം പ്രിയപ്പെട്ട ചിത്ര ചേച്ചി, ബഹുമാനിയായ അധ്യക്ഷ ദേവസ്വം ബോർഡ് അംഗം ശ്രീമതി സുധാകുമാരി, ദേവസ്വം കമ്മീഷണർ ശ്രീമതി ബീന, ശ്രീ വിജയകൃഷ്ണൻ, ശ്രീ അരവിന്ദൻ, ശ്രീമതി വിജയ്, എക്സിക്യൂട്ടീവ് ഓഫീസർ വേണുഗോപാൽ, ബഹുമാന്യനായ തന്ത്രി, വേദിയിലുള്ള ഇടപ്പറ്റ കോമരം, മുതുവറ നമ്പീശൻ, മറ്റ് ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഖ്യാതി ഒന്നുകൂടി ഉയരുന്ന ഒരു സുദിനമാണ് ഇന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ചിത്ര ചേച്ചിക്ക് മാന്താദ്രി പുരസ്കാരം നൽകി നാം ആദരിക്കുന്നതിലൂടെ ഈ പുരസ്കാരത്തിൻ്റെ മഹിമയും വർദ്ധിക്കുകയാണ്. സാധാരണ പറയാറുണ്ടല്ലോ, ചിലർക്ക് കസേര ഒരലങ്കാരമാണ്, ചിലർ കസേരയ്ക്ക് അലങ്കാരമാണ്. നമ്മൾ ചിത്ര ചേച്ചിയെ ആദരിക്കുമ്പോൾ എത്രയോ പുരസ്കാരങ്ങൾ, രാജ്യം പത്മ പുരസ്കാരം വരെ നൽകി ആദരിച്ച അതുല്യ വ്യക്തിത്വത്തെ നമ്മൾ ആദരിക്കുമ്പോൾ സത്യത്തിൽ ആദരിക്കപ്പെടുന്നത് നമ്മളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മഹാപ്രതിഭയെ ആദരിക്കുന്നതിലൂടെ ഈ നാടിൻ്റെ മേന്മയാണ് ഉയരുന്നത്. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഖ്യാതിയാണ് കൂടുതൽ ഉയരുന്നത്. ചിത്ര ചേച്ചിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഒരു ഗായികയെ, ഒരു അതുല്യ ഗായികയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെ ഒരു സാഹസമായിരിക്കും. എത്രയോ ഗാനങ്ങൾ, നൂറുകണക്കിന് ഗാനങ്ങൾ, ഈ നാട്ടിൽ എത്രയോ തലമുറ മൂളിപ്പാട്ടായി കൊണ്ടു നടക്കുന്ന എത്രയോ ഗാനങ്ങളാണ്, എത്രയോ ഗാനങ്ങൾക്കാണ് ചിത്ര ചേച്ചി ഇവിടെ ജീവൻ നൽകിയിട്ടുള്ളത്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നാം കാണുന്ന പല സിനിമകളും കേൾക്കുന്ന പല സിനിമാ ഗാനങ്ങളും നാളെ നമുക്ക് ഓർമ്മയില്ല. ഇന്നത്തോടുകൂടി തന്നെ, അത് കേൾക്കുന്നതോടുകൂടി തന്നെ മറന്നുപോകും. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് 70കളിൽ 80കളിലൊക്കെ കേട്ട ഗാനങ്ങളും കണ്ട സിനിമകളും
അതിലെ സംഭാഷണ ശകലങ്ങളുമൊക്കെ എല്ലാവർക്കും ഹൃദിസ്ഥമാണ്. തലമുറ തലമുറ കൈമാറി അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ ചാർത്തി മഞ്ഞ കുറിമുണ്ട് ചുറ്റി, അല്ലേ? അതിങ്ങനെ മുതിർന്നവരുടെയും പുതിയ തലമുറയുടെയും ഒക്കെ ചുണ്ടിലിങ്ങനെ തത്തിക്കളിക്കുന്നുണ്ട്. വൈശാലി എന്ന സിനിമയെ മനോഹരമായൊരു സിനിമയാണല്ലോ. ആ സിനിമയിലെ അത്യപൂർവമായ മനോഹര രംഗങ്ങളെ സ്പർശിയാക്കിയ ഗാനമുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഗാനങ്ങൾ. ഞാൻ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് തലയാട്ടി നടക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിലുണ്ടെല്ലാം. അങ്ങനെയുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചത് മഹാപ്രതിഭകളായ ഗാന രചയിതാക്കളുടെ വരികൾ, ONVയുടെ വരികൾ, അങ്ങനെയുള്ള മഹാപ്രതിഭകളുടെ വരികൾ ജീവനോടുകൂടി നമുക്കിടയിൽ നിൽക്കുന്നത്, ഇന്നും നാം അങ്ങനെ കൊണ്ടു നടക്കുന്നത് ചിത്ര ചേച്ചിയുടെ അനുഗ്രഹീതമായ സ്വര മാധുരി അതിന് ജീവൻ നൽകിയതുകൊണ്ടാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ക്ഷേത്രങ്ങളിൽ കലാകാരന്മാരെ, കലാകാരികളെ ആദരിക്കുക, കലകൾക്ക് പ്രാമുഖ്യം നൽകുക, എല്ലാ കലകൾക്കും, സംഗീതത്തിനും നൃത്തത്തിനും വാദ്യത്തിനും എല്ലാ കലകൾക്കും, എല്ലാ കലകളും രൂപം കൊണ്ടത് ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ കലകളെ പ്രോത്സാഹിപ്പിക്കുക, പോഷിപ്പിക്കുക എന്നത് ക്ഷേത്രധർമ്മത്തിൻ്റെ ഒരു മുഖമാണ്. ക്ഷേത്രങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി നമുക്കൊന്ന് തൊഴുതു പോകുന്നതിന് വേണ്ടിയുള്ള ഒരിടം മാത്രമല്ല. ഞാൻ കിട്ടുന്ന വേദികളിലെല്ലാം പറയുന്ന കാര്യമാണ്. ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്, ഒരുപാട് മുഖങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യനെ എല്ലാം മറന്നൊന്നിപ്പിക്കുന്ന, മനുഷ്യ മനസ്സുകളെ എല്ലാം മറന്ന് യോജിപ്പിക്കുന്ന സംഗീതവും കലയും. അത്രത്തോളം ശക്തി മറ്റൊന്നിനുമില്ല. ആ കലകൾ എല്ലാ ഗാംഭീര്യത്തോടും കൂടി ഉയർന്നു നിൽക്കേണ്ടത് ക്ഷേത്രങ്ങളിലാണ്. കാരണം ക്ഷേത്രങ്ങൾക്ക് നമ്മുടെ നാടിന് നൽകാനുള്ള സന്ദേശം ഒരുമയുടേതാണ്, സൗഹൃദത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, കരുണയുടേതാണ്, ആർദ്രതയുടേതാണ്. അങ്ങനെ ഒരുപാട് മുഖങ്ങൾ ക്ഷേത്രങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. നന്മയാണ് ഭക്തി എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നന്മയാണ് വിശ്വാസം. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നന്മയാണ് വിശ്വാസം, നന്മയാണ് ഭക്തി. അത് ലെവലേശമില്ലാത്തവർ പിന്നെ ഭക്തനാണ്, വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അല്പം പോലും നന്മ മനസ്സിലില്ലാത്ത ഒരാൾ വിശ്വാസിയാണ്, ഭക്തനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് കാപട്യമാണ്. എന്താണ് വിശ്വാസം, എന്താണ് ഭക്തി? എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ ഞാൻ പറയും, ഒന്നാമത്തെ എൻ്റെ ഉത്തരം ജീവിതത്തിൽ പുലർത്തുന്ന സത്യസന്ധതയും ആദർശ ശുദ്ധിയുമാണ് ഭക്തി, വിശ്വാസം. അതില്ലാത്തവർ പിന്നെ ഭക്തരും വിശ്വാസികളൊന്നുമായിട്ട് കാര്യമില്ല. ആ നിലയിൽ എല്ലാ നന്മകളുടെയും സന്ദേശം ഇങ്ങനെ നാട്ടിലേക്ക് പ്രവഹിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. കലകളുടെ, ശാസ്ത്രങ്ങളുടെ, നിർമ്മാണ കലയുടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ നാട്ടിലേക്ക് പ്രകാശിപ്പിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഞങ്ങളിപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ കൂടിയാവണം. അതിനാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിൽ
ഒരു സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ക്ഷേത്രത്തിൻ്റെ വകയായി നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി സംബന്ധമായ രോഗമെന്നത് മരണത്തിന് തുല്യമായിട്ടുള്ള ഒരു നരകയാതനയാണ്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു പോകുന്നൊരു വേദനയാണ്. അത്തരം ആളുകളെ കണ്ടെത്തി, നിർധനരായിട്ടുള്ള രോഗികളെ കണ്ടെത്തി അവർക്ക് സൗജന്യമായി ഡയാലിസിസ് രജിസ്ട്രേഷൻ ഫീസായി ₹1 പോലും വാങ്ങാതെ സൗജന്യ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന, നിത്യേന 100 പേർക്ക് സൗജന്യ ഡയാലിസിസ് നൽകുന്ന കേന്ദ്രം അതാണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മ നിറഞ്ഞു തുളുമ്പുന്ന കേന്ദ്രങ്ങളായി, ആ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഇടങ്ങളായി നമ്മുടെ ദേവാലയങ്ങളെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഒരു കാരണവശാലും മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന സ്പർദ്ധയുടെ, വിദ്വേഷത്തിൻ്റെ, കലഹത്തിൻ്റെ, കലാപത്തിൻ്റെ അതിനെല്ലാമുള്ള ആഹ്വാനം നൽകുന്ന ഇടങ്ങളായി ഒരു കാരണവശാലും ക്ഷേത്രങ്ങൾ മാറാൻ പാടില്ല, ഒരാരാധനാലയവും മാറാൻ പാടില്ല. ഐക്യത്തിൻ്റെ, ഒരുമയുടെ ഈ പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളുമെല്ലാം മനുഷ്യന് വേണ്ടി നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയതാണ്. മനുഷ്യന് വേണ്ടിയാണ്. എല്ലാ പ്രതിഷ്ഠകളും മനുഷ്യന് വേണ്ടിയാണ്. എല്ലാ ക്ഷേത്രങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. തൂണിലും തുരുമ്പിലുമുള്ള ഈശ്വരനെ കാണാൻ എന്തിനാണ് പ്രത്യേക ക്ഷേത്രം എന്ന് ചിലർക്ക് തോന്നുമായിരിക്കും. പക്ഷേ തൂണിൽ നിന്നും തുരുമ്പിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഈശ്വരാംശം ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷി നമ്മൾ സാധാരണക്കാർക്കില്ല. നമുക്ക് പ്രതിഷ്ഠയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കണ്ണടച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോഴേ ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് വരൂ. അങ്ങനെ മനുഷ്യന് വേണ്ടിയാണ് ഈ നാട്ടിലുണ്ടായ ഓരോ പ്രതിഷ്ഠയും ഓരോ ക്ഷേത്രവും എന്ന് കാണാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നന്മയുടെ നിറകുടങ്ങളായി ക്ഷേത്രങ്ങളെ ഇനിയും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. കലകളുടെ, ശാസ്ത്രങ്ങളുടെ, നിർമ്മാണ കലകളുടെ, വാസ്തുവിദ്യയുടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം ഉദാത്ത മൂല്യങ്ങൾ ഇങ്ങനെ ധാരാളമായി സമൂഹത്തിലേക്ക് പ്രവഹിക്കുന്ന ഒരു നാടിൻ്റെ ഏറ്റവും ഉത്തമമായ സാംസ്കാരിക കേന്ദ്രം, ഒരു നാടിൻ്റെ ന്യൂക്ലിയസ് ആയി ക്ഷേത്രങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. സാംസ്കാരിക കേന്ദ്രങ്ങളാവണം ക്ഷേത്രങ്ങൾ. നമുക്ക് വലിയ സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്. ആ നിലയിൽ നമ്മുടെ ക്ഷേത്രത്തെ ഇനിയും ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൻ്റെയും ആലോചനയുടെയും ഭാഗമാണ് ഒരു മഹാപ്രതിഭയ്ക്ക്, ഒരു അതുല്യ പ്രതിഭയ്ക്ക് ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകി നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായി ഞാൻ ഈ സന്ദർഭത്തെ കണക്കാക്കുകയാണ്. എല്ലാ ആദരങ്ങളും ചിത്രചേച്ചിയുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സർ. തുടർന്ന് വിശിഷ്ട അതിഥിയായി ഇന്ന് ഈ വേദി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീമതി ബീന അവരുകളെ സമാധാനത്തോടുകൂടി സദസ്സിനെ അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. 2024 വർഷത്തെ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന സാംസ്കാരിക ചടങ്ങിൽ, സമ്മേളന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് അംഗം ശ്രീമതി സുധാകുമരി ടീച്ചർ, സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ MR മുരളി സർ, ശ്രീ തിരുമാന്താംകുന്ന് ദേവസ്വം ഏർപ്പെടുത്തിയ മാന്താദ്രി പുരസ്കാര ജേതാവ്, നമ്മൾ ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും വളരെ ബഹുമാനത്തോടെയും കൂടി കാണുന്ന പത്മഭൂഷൺ ഡോക്ടർ KS ചിത്ര, ഇന്ന് ആദരവേറ്റുവാങ്ങുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ക്ഷേത്രം ട്രസ്റ്റി, ക്ഷേത്രം തന്ത്രി, എക്സിക്യൂട്ടീവ് ഓഫീസർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഭക്തിയുടെയും കലയുടെയും സംഗീതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൂടെ കൂടിച്ചേരലുകളാണ്. ഇപ്പം ഭക്തിയോടൊപ്പം സംസ്കാരവും വളർന്നു വരേണ്ടതുണ്ട്. അതിനൂതനങ്ങളായിട്ടുള്ള ടെക്നോളജിയും നിർമ്മിത ബുദ്ധിയും
എല്ലാം പ്രായോഗിക തലത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പുതുതലമുറ ഉൾപ്പെടെ സാംസ്കാരികമായിട്ടും ഏറെ ഉന്നതിയിലെത്തേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം പരിപാടികൾ അത് കലയായാലും സംഗീതമായാലും പ്രഭാഷണങ്ങളായാലും പൊതുസമൂഹത്തിൽ നല്ല സന്ദേശം പകർന്നു നൽകുന്നവയാണ്. ക്ഷേത്രത്തിൻ്റെ സമഗ്ര പുരോഗതിക്കും ഭക്തർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. ക്ഷേത്രത്തിൽ ഇത്തരം സാംസ്കാരിക സദസ്സുകൾ സംഘടിപ്പിക്കേണ്ടതും കാലത്തിൻ്റെ ആവശ്യമായി ഞങ്ങൾ കാണുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ ചടങ്ങ് പ്രൗഢോജ്വലമാണ്. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി, ഇന്ത്യൻ സിനിമയുടെ ലിറ്റിൽ നൈറ്റിംഗേൽ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ പത്മഭൂഷൺ ഡോക്ടർ KS ചിത്രയ്ക്ക് കലയുടെ ദേവിയായും ഇവിടെ കുടികൊള്ളുന്ന ശ്രീ തിരുമാന്താംകുന്നിൽ അമ്മയുടെ നിറസാന്നിധ്യത്തിൽ നാന്താദ്യ പുരസ്കാരം നൽകുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. മലയാള ഭാഷയ്ക്ക് പുറമെ വിദേശ ഭാഷകളിലും ഒരു ഏകദേശം 18,000-ഓളം ഗാനങ്ങൾ മികച്ച സംഗീത സംവിധായകരുടെ കീഴിൽ ഒരു പിടി മികച്ച ഗാനങ്ങളാണ് നമുക്ക് ചിത്രചേച്ചിയിലൂടെ ലഭിച്ചിട്ടുള്ളത്. 6ഓളം ദേശീയ അവാർഡുകൾ, വിവിധ 40ഓളം മറ്റ് സംസ്ഥാനങ്ങളിലെ അവാർഡുകൾ, അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ ലഭിച്ച നമ്മുടെ വാനമ്പാടിയായ പത്മഭൂഷൺ KS ചിത്രയ്ക്ക് കലയുടെ ദേവീ സാന്നിധ്യമായ സരസ്വതി സ്വരൂപിണിയായും വിളങ്ങുന്ന ശ്രീ തിരുമാന്താംകുന്നിലത്തെ സവിധത്തിൽ നിന്നും ലഭിക്കുന്ന ഈ മാന്താദി പുരസ്കാരം കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിനും മികച്ച ഗാനങ്ങൾ നമുക്കായി ആലപിക്കുന്നതിനും അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് അമ്മയുടെ അനുഗ്രഹമുള്ള ഈ വേദിയിൽ നിന്ന് ആശംസിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ യശസ്സിനും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചവരും സമ്മേളന വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നവരുമായ സർവശ്രീ എടപ്പറ്റ ഗോവിന്ദൻ നായർ, മുതുവറ പുഷ്പകൻ ശ്രീ നാരായണൻ നമ്പീശൻ, ശ്രീ PC അരവിന്ദൻ എന്നിവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയും ക്ഷേത്രത്തിൻ്റെ വളർച്ചയിൽ പങ്കുവയ്ക്കുന്നതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ആദരിക്കപ്പെട്ട എല്ലാ സമുന്നത വ്യക്തികൾക്കും ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് അധ്യക്ഷ പ്രസംഗമാണ്. ആയതിനായി ശ്രീമതി സുധാകുമാരി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി അവർകൾ, നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി KS ചിത്ര, കമ്മീഷണർ C ബീന, നമ്മുടെ ആരാധിക്കപ്പെടുന്ന നമ്മുടെ ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോടത്ത് നാരായണൻ നമ്പൂതിരി അവർകൾ, നമ്മൾ ആദരിക്കുന്നവർ, എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, ക്ഷേത്ര ജീവനക്കാർ, പത്രപ്രവർത്തകർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഒരവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് തന്നെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ പൂരം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആഹ്ലാദങ്ങളും എല്ലാം ഈ പരിസരമാകെ ഒരു ദൈവിക ചൈതന്യത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഈ 12 ദിവസം കഴിയുന്നത് വരെ ഇവിടെ ഇങ്ങനെ ആകെ പുഴ സഞ്ചാരത്തിൻ്റെ ഒരു ആൾക്കൂട്ടം എന്നുള്ള രീതിയിലേക്ക് ഈ ഉച്ചച്ചൂടോ കുംഭത്തിൻ്റെ ചൂടുകളോ ഒന്നും തന്നെ വകവയ്ക്കാതെ എല്ലാവരും ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ദിവസങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇതിൽ നമ്മുടെ പ്രിയങ്കരിയായ KS ചിത്രയെ പറ്റി പറഞ്ഞപ്പോഴും ഇപ്പം അവിടെ വന്നിരുന്നപ്പോൾ കുറച്ച് സംസാരം ഉണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു എത്ര പാട്ട് പാടിയിട്ടുണ്ട് ചോദിച്ചു. 16,000 എന്നാണ് എനിക്ക് തോന്നണത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗൂഗിൾ അതല്ല പറയുന്നത്, 25,000 ഉണ്ട്, അതിൻ്റെ അപ്പുറം ഒരു 7,000 മറ്റ് ഭാഷകളിൽ കൂടി ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ അതൊക്കെ എണ്ണ അത്രയ്ക്ക് നിശ്ചയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശയായി തോന്നി. അങ്ങനെ ഒരു നമുക്ക് ആ ചിരി പോലെ തന്നെ അത്രയും നിഷ്കളങ്കാണ് അവരുടെ ആ പെരുമാറ്റങ്ങളൊക്കെ തന്നെ എന്നുള്ളതാണ് നമ്മളൊരു പ്രിയങ്കരിയായ ഈ നമ്മുടെ ചിത്രചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളെന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല, ആദരവും കൊണ്ടാന്ന് വിചാരിച്ചാൽ മതി. തീർച്ചയായിട്ടും ഈ ഗാനമാധുരി അവരുടെ ജീവിതാവസാനം വരെ ഇതേ നിലയിൽ തന്നെ
തുടരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇതേമാതിരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഉദാത്തമായ ഒരു തലത്തിലാണ് നിൽക്കുന്നത്, പ്രായം കൂടാണ്. അതാണ് പറഞ്ഞത്, ജീവിത അവസാനം വരെ അത് കേൾക്കാനുള്ളൊരു ഭാഗ്യം നമുക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന നമ്മുടെ ശ്രീ PC അരവിന്ദേട്ടൻ, ഞാൻ ഈ തട്ടകത്ത്, അമ്മയുടെ തട്ടകത്തിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ 2-3 പൂരങ്ങളൊക്കെ ഞാൻ എപ്പോഴും വരാറുണ്ട്. എപ്പോൾ വന്നാലും ഇവിടുത്തെ ഒരു സാന്നിധ്യമായിട്ട് ഈ ഭാഗത്ത് ഭഗവതിയുടെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിലെല്ലാം അരവിന്ദേട്ടനെ കാണാതിരിക്കാറില്ല. നമ്മളെ ഭക്തകവി എന്നുള്ള രീതിയിൽ, ശരിക്കും അമ്മയുടെ ദാസൻ എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. കവിയാണ്, ഗാനരചയിതാവാണ്. ആദ്യമൊക്കെ തന്നെ അദ്ദേഹം തിരുമാന്താംകുന്നിൽ അമ്മയുടെ ഗാനങ്ങളാണ് എഴുതിയിരുന്നതെങ്കിൽ പിന്നീടാണ് പരമേശ്വരനെ പറ്റിയുള്ള ഗാനങ്ങൾ കുറച്ച് കുറവാണ്, തന്നെ കാണാൻ കഴിയുന്നില്ല, ശിവസ്തുതികൾ. ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് ഒരു തോന്നൽ അന്വേഷണത്തിൽ കണ്ടപ്പോഴാണ് അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ, പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ താമസിച്ചുകൊണ്ട് അവിടുത്തെ ഐതിഹ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഗാനഗന്ധർവൻ യേശുദാസ് മുതൽ നമ്മുടെ പ്രിയങ്കരിയായ ചിത്രചേച്ചി പാടിയിട്ടുണ്ടെന്നാണ് അറിവ്. അതുപോലെ എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ശബ്ദം നൽകി നമുക്ക് ഒരുപാട് ഭക്തിസാന്ദ്രമായ ഒരുപാട് കാസറ്റുകളും വീഡിയോകളും ഒക്കെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അരവിന്ദേട്ടൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയും കൂടുതൽ കാലം നമ്മളുടെ പ്രദേശത്തെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഭഗവതിയുടെ നാമങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ എടപ്പറ്റ കോമരം എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തിന് തന്നെ എടപ്പറ്റ എന്ന് കേട്ടാൽ മതി, അത് പിന്നെ ആരാന്ന് നമുക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 10-62 കൊല്ലത്തോളം ഭഗവതിയുടെ കോമരമായിട്ട് പൂരത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു പൂരം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ, ആ രീതിയിലേക്ക് തന്നെ ഭഗവതിയെ സേവിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉള്ള അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ആരോഗ്യ സൗഖ്യം ആശംസിക്കുകയാണ് ഞാൻ. അതുപോലെയാണ് നമ്മളുടെ മുതുവറ നമ്പീശൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെ കാലം വെച്ച കാലം മുതൽ തന്നെ ഇവിടുത്തെ കഴക പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നമുക്കറിയാം, ഇത്രയും സൗകര്യം മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറില്ല. അപ്പോൾ കഴകത്തിന് വേണ്ട പൂക്കൾ അന്വേഷിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ കയറി ഇറങ്ങാറുണ്ടെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് കാലം മാറിയത്. അതുപോലെ തന്നെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ സ്ഥിരം കഴകം അദ്ദേഹം തന്നെയാണ്, മാല ഉണ്ടാക്കലും എല്ലാ ഏർപ്പാടും. അതിനപ്പുറം അവസാന കാലമായപ്പോഴേക്കും തളിയിലും തിരുമാന്താംകുന്നിലും മാത്രമായി പ്രായാധിക്യം കൊണ്ട് ഇപ്പം നമുക്കറിയാം അദ്ദേഹത്തിന് 92 വയസ്സാണ്. എങ്കിലും വളരെയധികം ഉഷാറോടുകൂടിയാണ് നമ്മളുടെ വേദിയിൽ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹമാണ് എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്നു പറയേണ്ടത്, നമുക്കൊരു വല്ലാത്തൊരു വികാരം തോന്നുമല്ലോ. ഭഗവതിയെ പള്ളി ഉറക്കാൻ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ശ്രീകോവിലേക്ക് ആനയിക്കുന്നതും അദ്ദേഹമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു 2-3 വർഷം വരെ അദ്ദേഹത്തിൻ്റെ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഭഗവതി വന്നിരുന്നത് എന്ന് പറയുമ്പം നമുക്കൊക്കെ വല്ലാത്തൊരു വല്ലാത്തൊരു വികാരമാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തിനും ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ആയുരാരോഗ്യ സൗഖ്യം നമ്മളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ദേവസ്വത്തിൻ്റെ കാര്യം പ്രസിഡന്റ് സംസാരിച്ചു, കമ്മീഷണർ സംസാരിച്ചു. നമ്മൾ ചിത്രചേച്ചിയുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടിരിക്കുക. ഇനി ഞാൻ ദീർഘിപ്പിച്ചാൽ അത് പ്രശ്നമാവും. ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. തുടർന്ന് മറ്റൊരു വിശിഷ്ടമായ ചടങ്ങിലേക്ക്, പാരിചായകം എന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രശസ്ത കലാനിരൂപകനും അതുപോലെ തന്നെ മാതാതിരി പുരസ്കാരം 2024 ജൂറി ചെയർമാനും കൂടിയായിട്ടുള്ള നമ്മുടെ ആദരണീയ ഡോക്ടർ MP വിജയേഷൻ സർ അവരുകളെ പരിചയപ്പെടുത്തുക എന്ന ഈ പാരിചായകം എന്ന കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ശ്രദ്ധാകേന്ദ്രം മലയാളത്തിൻ്റെ സുസ്വരവും നാദാകാരയുമായ KS ചിത്ര, വേദിയിലും സദസ്സിലുമുള്ള സഹൃദയ സുമനസ്സുകളെ, ഇന്ത്യയിലെ മഹാനായ രേഖാചിത്രകാരൻ ആയിരക്കണക്കിന് സർഗാത്മക ദൃശ്യങ്ങൾ സ്വയം വരച്ച് തീർത്ത ആർട്ടിസ്റ്റ് നമ്പൂതിരി താൻ ജീവിതത്തിൽ അനുഭവിച്ച ഉജ്ജ്വലമായ ദൃശ്യത്തെക്കുറിച്ച്
ഒരു അഭിമുഖ സംഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു അരങ്ങിൽ ONV കുറുപ്പ് എഴുതി രവി ബോംബെ ഈണം നൽകിയ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ KS ചിത്ര പാടിയ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന് തുടങ്ങുന്ന ഈ ഗാനം നേരിൽ കേട്ട, അവർ പാടിക്കേട്ട ആ ദൃശ്യ അനുഭവമാണ് താൻ ജീവിതത്തിൽ അനുഭവിച്ച ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുകയുണ്ടായി. ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു എന്ന് ONV എഴുതുമ്പോൾ തൻ്റെ ശരീര മുദ്ര ഓണപ്പൂപ്പുഞ്ചിരിക്ക് സമാനമായി പുലർന്ന് ജീവിക്കുന്ന ചിത്രയുടെ നിഷ്കളങ്ക നൈർമല്യ മന്ദഹാസം ONVയുടെ മനസ്സിൽ പതിഞ്ഞ് ഇരിക്കണം. കേരളത്തിലെ മഹിതവും മഹനീയവുമായ ഒരു ദാമ്പത്യമായിരുന്നു കരമനയിലെ കൃഷ്ണൻ നായർ ശാന്തകുമാരി ദമ്പതികളുടേത്. KS ചിത്ര പേരിനൊപ്പം അച്ഛനമ്മമാരെ വഹിക്കുന്നു. കൃഷ്ണൻ നായർ, ശാന്തകുമാരി, ചിത്ര. ചിത്ര പാടുമ്പോൾ ചലച്ചിത്രം ചിത്രീകരിക്കപ്പെടുന്നില്ല. പാടുമ്പോൾ തൻ്റെ മുന്നിൽ ആ ദൃശ്യം ഇല്ല. വരികളിലെ സാഹിത്യഭാവത്തെ സംഗീതം കൊണ്ട് പോഷിപ്പിച്ചതിനെ പാട്ടെഴുത്തുകാരനും സംഗീത സംവിധായകനും അവരുടെ സർഗാത്മകത നിർവഹിച്ചതിനെ മൂന്നാമതൊരു വൈകാരികതയാർന്ന ആത്മഭാവം കൊണ്ട് പൂരിപ്പിക്കുകയാണ് ചിത്ര ചെയ്യുന്നത്. ചലച്ചിത്രഗാനം ഒരർത്ഥത്തിൽ പ്രയുക്ത സംഗീതമാണ്, അപ്ലൈഡ് മ്യൂസിക്കാണ്. അങ്ങനെ വരാൻ പോകുന്ന സിനിമയിലെ ഒരു ദൃശ്യത്തെ സ്വയം സ്വാംശീകരിച്ചുകൊണ്ട് ആ സാഹിത്യത്തിലും സംഗീതത്തിലും അന്തർലീനമായ ഭാവം കൊണ്ട് പുതിയ ഒരു ദൃശ്യ അനുഭവം നൽകുന്ന പാട്ടുകളാണ് ചിത്ര ഇത്രയും കാലം പാടി പോന്നിട്ടുള്ളത്. മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആന്ധ്രാപ്രദേശത്തുകാരികളായ S ജാനകിയും P സുശീലയും, തമിഴകത്തെ പാട്ടുകാരികളായ മാധുരിയും വാണി ജയറാമും, കേരളത്തിലെ പാട്ടുകാരിയായ P ലീല, ഇവർ വൈവിധ്യമായി പാടി മലയാള ചലച്ചിത്ര ഗാന കാലത്തെ സമ്പന്നം ആക്കി. ഇവരുടെ കാലത്ത് തന്നെ അവരുടെ തുടർച്ചയും പടർച്ചയുമായി KS ചിത്രയുടെ അപരാജിതമായ ഏകപക്ഷീയ കാലം മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് ഉണ്ടായി. 1982 P ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ സത്യൻ അന്തിക്കാട് എഴുതിയ രജനി നീ പറയൂ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഗാനത്തിലൂടെയാണ് മലയാളികൾ KS ചിത്രയെ കേട്ട് തുടങ്ങിയത്. അഥവാ മലയാളിയോട് പൂന്താനം ജ്ഞാനപ്പാനയിൽ എഴുതിയതുപോലെ ചെവി തന്നിത് കേൾപ്പിനെല്ലാവരും എന്ന ആമുഖ ഗാനം ആയിരുന്നു അത്. ആ സിനിമയുടെ പേരിനെ ലേശമൊന്ന് തിരുത്തിയാൽ ചിത്രയുടെ തുടർന്നുള്ള ഗാനകാലത്തിന് വിശേഷണവുമായി ഞാൻ ഏകയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ഏകാന്തയായ ഗായിക ആണ് KS ചിത്ര. സമാന്തര ഗായികമാരോ ശക്തരായ എതിരാളികളോ ഇല്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങിയ സംഗീതകാലം ആയിരുന്നു അവരുടേത്. ആ അർത്ഥത്തിൽ അവർ യേശുദാസിനെ പോലും
വിസ്മയിപ്പിക്കുന്ന കാലം. എസ് ജാനകിയുടെ പ്രശസ്തമായ മഞ്ഞണി പൂനിലാവ്, മാധുരിയുടെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ, പി ലീലയുടെ ഉജ്ജയിനിയിലെ ഗായിക, പി സുശീലയുടെ രാജശില്പി നീ എനിക്കൊരു, വാണി ജയറാമിൻ്റെ ആഷാഢ മാസം. മലയാളം കേട്ട അതുല്യ ഈ ഗാനങ്ങൾ, ഈ ഗാനങ്ങളിലെ ആലാപന ശൈലികളിലെ നന്മയുടെ വിളനിലങ്ങളാണ് KS ചിത്രയുടെ പാട്ടുകൾ. സ്വാധീനമോ സ്വാംശീകരണമോ അനുകരണമോ ആവാഹനമോ ഇല്ലാതെ, തൻ്റെ പാട്ടിന് പൂർവമാതൃകകളില്ലാതെ, പിൽക്കാലമില്ലാതെ സ്വതന്ത്രമായ മലയാളീയവും കേരളീയവുമായ ശബ്ദ ചാരുതയും സ്വരമാധുരിയുടെ ഉദാത്ത മൗലികതയുമാണ് ചിത്രയുടെ പാട്ടുകളെ വേറിട്ട് നിർത്തുന്നത്. അതുവരെ പാടിപ്പോന്ന പി ലീല അടക്കം ഉള്ളവരിൽ സ്വച്ഛമായ മലയാളീയതയോ കേരളീയതയോ ഉണ്ടായിരുന്നില്ല. പി ലീലയുടെ ഭക്തി, എസ് ജാനകിയുടെ ആർദ്രത, പി സുശീലയുടെ ഭാവാത്മകത, മാധുരിയുടെ വശ്യത, വാണി ജയറാമിൻ്റെ വൈകാരികത, ഇതെല്ലാം തന്മയീഭവിച്ചതും ഏകീഭവിച്ചതുമാണ് KS ചിത്രയുടെ പാട്ടുകൾ. നമ്മൾ ജാനകിയമ്മ, സുശീലാമ്മ എന്നൊക്കെയാണ് നമ്മുടെ പഴയ ഗായികമാരെ വിശേഷിപ്പിച്ചിരുന്നത്. ചിത്രയുടെ കാലം ആയപ്പോഴേക്കും അത് ചിത്ര ചേച്ചിയായി മാറുകയാണ്. ആ ഒരു അടുപ്പം, മാതൃത്വത്തിൽ നിന്ന് സാഹോദര്യത്തിലേക്കുള്ള ഒരു അടുപ്പം മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ സംഭവിക്കുകയും അതിന് പ്രാരംഭം കുറിക്കുകയും ചെയ്തത് KS ചിത്രയാണ്. KS ചിത്ര എത്ര പാട്ടുകൾ പാടി എന്നതിന് അസംഖ്യം എന്നാണ് ഉത്തരം. പക്ഷേ വെങ്കലത്തിൽ പി ഭാസ്കരൻ എഴുതി രവീന്ദ്രൻ സംഗീതം നൽകിയ 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എന്ന പാട്ടാണ് ചിത്ര ഇന്നേ വരെ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഭാവാർദ്രമായ ചലച്ചിത്ര ഗാനം. കാരണം അതിൽ ക്ലാസിക് അംശങ്ങളുണ്ട്, ഫോക്കിൻ്റെ അംശങ്ങളുണ്ട്. ആ ദൃശ്യത്തെ മുല്ലയ്ക്ക് കാതുകുത്ത് എന്ന് പറയുമ്പോൾ ആ ചന്ദ്രക്കലയുടെ ആ ഒരു ഉച്ചാരണം, കല്ലടിക്കോട്ട്ന്ന് കല്യാണം, ചെക്കൻ്റെ മോറ് ചെന്താമര എന്നെല്ലാം തിരുവനന്തപുരത്ത് ജനിച്ച ചിത്ര ഈ വള്ളുവനാടൻ പാലക്കാടൻ ഭാഷയെ സ്വാംശീകരിച്ച് പാടുന്നു. മായന്നൂർ കാവിൽ പാവക്കൂത്ത് എന്ന് പറയുമ്പോൾ ആ ചലച്ചിത്രത്തിൽ മുരളിയും ഉർവശിയും അഭിനയിക്കുന്ന അവരുടെ പ്രഥമ രാത്രിയുടെ അവരുടെ സമാഗമ ദൃശ്യത്തിൽ ഈ ഉർവശി എന്ന കഥാപാത്രത്തെ, തൻ്റെ പത്നിയെ ഒരു വെങ്കല ശില്പമായി നായകൻ കാണുന്ന രംഗത്ത് ആഭേരി രാഗത്തിലുള്ള ഒരു ഹമ്മിങ് ഉണ്ട്. അത് മലയാളത്തിൽ KS ചിത്രയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ചിത്രയുടെ പല ഭാഷകളിലുള്ള ആലാപന ശൈലി, അതിനെ നമുക്ക് ഉദാത്തം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മലയാള ചലച്ചിത്ര ഗാന ചരിത്രത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കാൽപ്പനിക സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ ക്ലാസിക്കൽ സൗന്ദര്യത്തിൻ്റെയും സമാകലനമാണ് KS ചിത്രയുടെ പാട്ടുകൾ. അവരുടെ പാട്ടുകളുടെ ഒരു കളക്ഷൻ, അതിന് അപരാജിത എന്നാണ് പേരിടേണ്ടത്. പരാജയപ്പെട്ട ഒറ്റ പാട്ടും ഇന്നേ വരെ ചിത്ര പാടിയിട്ടില്ല. കാരണം ദൈവം നൽകിയ കണ്ഠമാണ് ചിത്രയുടേത്. ഏറ്റവും മികച്ച
ചലച്ചിത്രഗാനം 10 വെളുപ്പിന് എന്നാണെങ്കിൽ അവർ ഇന്നേ വരെ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ഭാവാർദ്രം എന്ന് പറയാവുന്നത് ഇരയിമ്മൻ തമ്പി കേരളത്തിലെ എല്ലാ അമ്മമാർക്കും മക്കളെ താരാട്ട് പാടി ഉറക്കാൻ വേണ്ടി എഴുതിയ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂ. ആ പാട്ട് പാലക്കാട് KV നാരായണസ്വാമി അടക്കമുള്ളവർ പാടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ തൻ്റെ തിരുവനന്തപുരത്ത് തന്നെ ജനിച്ചേക്കാവുന്ന ഒരു KS ചിത്രയ്ക്ക് പാടുവാൻ വേണ്ടിയായിരിക്കും 2 നൂറ്റാണ്ട് മുമ്പ് ഇരയിമ്മൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എഴുതി വെച്ചിട്ടുണ്ട്. ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ ത്യാഗരാജസ്വാമികൾ ഷഡ്കാല ഗോവിന്ദമാരാരെ കണ്ട് എന്തൊരു മഹാനുഭാവുലോ അന്തരീകി വന്ദനമോ എന്ന് പറഞ്ഞു. ലോകത്തിൽ എത്രയോ മഹാത്മാക്കളുമുണ്ട്, അവർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്ന അർത്ഥം വരുന്ന ആ ശ്രീരാഗത്തിലുള്ള ആ ഒരു എന്തൊരു മഹാനുഭാവുലോ. അങ്ങനെ ലോകത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച മഹിതമായ സംഗീത സംസ്കാരം പേറുന്ന മഹാത്മാക്കൾക്ക് ലിംഗഭേദമില്ല, അല്ലെങ്കിൽ മഹതികൾ. അങ്ങനെ ഒരു ഗാന മഹത്വ സാക്ഷാത്കാരമാണ് KS ചിത്ര. അതും ഒന്ന് തിരുത്തി പാടുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എന്തൊരു മഹാനുഭാവുലോ അന്തരീകി വന്ദനമുലോ ചിത്ര ചേച്ചിക്ക് കൂടമന വന്ദനം എന്ന് നമുക്ക് മാറ്റി പറയാം. 2 പത്മ പുരസ്കാരങ്ങൾ അടക്കം അസംഖ്യം ദേശീയ അവാർഡുകൾ അടക്കം ഉള്ള KS ചിത്രയുടെ വീട്ടിലേക്ക് തിരുമാന്താംകുന്നിലമ്മയുടെ അനുഗ്രഹവും പ്രസാദവുമായി നാളെ മാന്താതിരി പുരസ്കാരം എത്തുകയാണ്. തീർച്ചയായും അവരുടെ സംഗീത യാത്രയ്ക്ക് 60 കഴിഞ്ഞ ഈ വേളയിൽ പാട്ടിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു പുരസ്കാരം നൽകുവാൻ കഴിഞ്ഞതും അത് സ്വീകരിക്കുവാൻ അവർ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതും എങ്ങനെ നമ്മൾ ശ്രീകോവിലിലേക്ക് തിരുമാന്താംകുന്നിലമ്മയെ ഭക്തിപൂർവം നോക്കുന്നു, അതേ മാനസിക അവസ്ഥയിലും വൈകാരിക വായ്പോടുമാണ് ഈ സദസ്സ് മുഴുവൻ ചൈതന്യവാഹിനിയായ KS ചിത്രയെ സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഇവിടെ ആദരിക്കപ്പെടുന്ന 3 വ്യക്തികളെ കൂടി പരിചയപ്പെടുത്താം. PC അരവിന്ദൻ, മലയാളത്തിലെ ഏറ്റവും മികച്ച ഭക്തിഗാനം എഴുതിയ 2 കവികൾ പൂന്താനവും P കുഞ്ഞിരാമൻ നായരുമാണ്. കണി കാണും നേരം കമലാനേത്രൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് പൂന്താനമാണ്. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ എന്ന അയ്യപ്പ ഭക്തിഗാനം എഴുതിയത് P കുഞ്ഞിരാമൻ നായരാണ്. ഇവരുടെ വംശത്തിലാണ് PC അരവിന്ദൻ്റെയും പിറവി. PC ഗോപാലൻ എന്ന നന്ദനാരെ നമുക്കറിയാം. അതേ തറവാട്ടിൽ ജനിച്ച നന്ദനാരുടെ ഗദ്യചാരുതയുടെ പദ്യചാരുതയാണ് PC അരവിന്ദൻ്റെ പാട്ടെഴുത്തിൻ്റെ ആത്മാവ്. അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങൾ സ്തവങ്ങളാണ്, സ്തോത്രങ്ങളാണ്. ഉഷസ്സിലും സന്ധ്യയിലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉണർത്തുപാട്ടായും സോപാന സംഗീതമായും PC അരവിന്ദൻ്റെ ഗാനങ്ങൾ നമ്മൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1500ഓളം ഭക്തിഗാനങ്ങൾ എഴുതിയ ചരിത്രം അല്ലെങ്കിൽ വർത്തമാനം
PC അരവിന്ദൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി, എസ് രമേശൻ നായർ, PS നമ്പീശൻ, RK ദാമോദരൻ തുടങ്ങിയവർ വ്യത്യസ്തങ്ങളായ ഭക്തിഗാനങ്ങൾ സൃഷ്ടിക്കുന്ന കാലത്താണ് താൻ എഴുതാൻ പോകുന്ന മൂർത്തിയുടെ അതിൻ്റെ പരിസരങ്ങൾ, ആ മൂർത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം, വിശ്വാസം, മിത്ത്, ഭൂമിശാസ്ത്രം, സംസ്കാരം, പുരാവൃത്തം എല്ലാം സമന്വയിച്ചുകൊണ്ട് ആവർത്തനങ്ങളില്ലാതെ, ക്ലീഷേകളില്ലാതെ ആത്മാർത്ഥമായി അദ്ദേഹം എഴുതുകയാണ്. ഒരു ഉദാഹരണം പറയാം. തിരുമാന്താം കുന്നിലമ്മയെ പറ്റി എഴുതിയ ഒരു പാട്ടിലെ വരിയാണ്: അമ്മയുടെ ഭൂതജാലം നിർമ്മിച്ച കല്ലുപാലം. അവിടെയാണ് ആ സിംഫണി വരുന്നത്. വടക്കുംനാഥ സർവം നടത്തും നാഥ എന്ന് പറയുമ്പോൾ നമ്മുടെ കാതിലേക്ക് ഏറെ എളുപ്പത്തിൽ ലയിച്ചിറങ്ങുന്ന ഒരു ഗാന മാർഗമാണ്. ആ ഒരു പദ ചേരുവയാണ് PC അരവിന്ദൻ്റെ ഗാനങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. മറ്റൊന്ന്, KS ചിത്ര ചലച്ചിത്ര ഇതര ഗാനങ്ങൾ ഏറ്റവും അധികം പാടിയിട്ടുള്ളത് ഭക്തിഗാനമായിട്ടും ഓണപ്പാട്ടായിട്ടും KS ചിത്ര ഏറ്റവും അധികം പാടിയിട്ടുള്ളത് PC അരവിന്ദന് വേണ്ടിയാണ്. ഏറെ ആൽബങ്ങൾ, 16 ആൽബത്തിലായി 100ഓളം പാട്ടുകൾ KS ചിത്ര അരവിന്ദന് വേണ്ടി പാടിയിട്ടും ഉണ്ട്. വെള്ളിമലയിൽ നിന്നും വന്ന് പുകൾ പൊങ്ങും വള്ളുവനാടിങ്കൽ മേവുമമ്മ എന്ന് പറയുന്ന ആ ദേവീ കടാക്ഷം എന്ന ആൽബത്തിലെ പാട്ടുകൾ വളരെ പ്രസിദ്ധമാണ്. ആ നിലയ്ക്ക് PC അരവിന്ദൻ്റെ പാട്ടെഴുത്തും KS ചിത്രയുടെ ആലാപനവും തമ്മിൽ അപൂർവവും അസുലഭവുമായ ഒരു രസതന്ത്രം, ഒരു കെമിസ്ട്രി ഉണ്ട്. ആ ഒരു രസതന്ത്രം കൂടി ആയിരിക്കാം അവരെ ഈ തിരുമാന്താംകുന്നിൻ്റെ വേദിയിൽ ഒരുമിപ്പിച്ചതും. ചിത്രയ്ക്ക് ആദരം നൽകുന്ന അതേ വേദിയിൽ PC അരവിന്ദനും ആദരിക്കപ്പെടുന്നു എന്നത് കാലത്തിൻ്റെ സംഗീത നീതിയായി ഞാൻ കാണുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന മറ്റൊരു വിശിഷ്ട വ്യക്തി കോമരമാണ്. MT വാസുദേവൻ നായർ എഴുതിയ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയിലൂടെയാണ് ഒരു വെളിച്ചപ്പാടിൻ്റെ കഥ, അല്ലെങ്കിൽ വെളിച്ചപ്പാടിനും കഥയുണ്ട് എന്ന് മലയാളി മനസ്സിലാക്കുന്നത്. 50 വർഷം പിന്നിട്ട നിർമാല്യം എന്ന സിനിമയിലൂടെയാണ് ഒരു വെളിച്ചപ്പാടിൻ്റെ ദരിദ്ര ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. വെളിച്ചപ്പാടിന് അമ്മ എന്ന വിളിപ്പേരുണ്ട്. ഭഗവതിയുടെ പ്രതിപുരുഷനായി ഭഗവതിയുടെ കൽപ്പനകൾ അസ്പഷ്ട സ്വരത്തിൽ ഭക്തരെ അറിയിക്കുന്ന, ഭഗവതിയും ഭക്തനും ഇടയ്ക്കുള്ള ഒരു മാധ്യമം ആണ് വെളിച്ചപ്പാട്. ആ നിലയ്ക്ക് വെളിച്ചപ്പാടിന് അല്ലെങ്കിൽ കോമരത്തിന് പൊതുവെ പേരില്ല. പക്ഷെ ഇവിടെ ഗോവിന്ദൻ നായർ എന്ന എടപ്പറ്റ കോമരം അദ്ദേഹത്തിൻ്റെ കോമരകലയുടെ ഷഷ്ടിപൂർത്തിയാണ് ആഘോഷിക്കുന്നത്. അത് 60 വർഷമായി അദ്ദേഹം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ വെട്ടി വെളിച്ചപ്പെടുന്നു. ഒരു കോമരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കല എന്ന് പറയുന്നത് കോമരത്തിൻ്റെ നൃത്തവും വെട്ടി വെളിച്ചപ്പെടലുമാണ്. ആ കെട്ടിച്ചിറ്റി, പട്ട് കെട്ടിച്ചിറ്റി ഭക്തിയോടുകൂടി ചിലമ്പും അരമണിയും അണിഞ്ഞ് പള്ളിവാളെടുത്ത് ക്ഷേത്രത്തിലൂടെ ആർത്തട്ടഹസിച്ച് നടക്കുന്ന ഈ എടപ്പറ്റ കോമരം നമ്മുടെ കൊട്ടിയിറക്കത്തിൻ്റെയും കൊട്ടിക്കയറ്റത്തിൻ്റെയും ഏറ്റവും മുന്നിലുള്ള അസുലഭമായ ഒരു ദൃശ്യ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടം, നിശ്ചലത, നൃത്തം ഇതെല്ലാം കലാത്മകമാണ്. വെളിച്ചപ്പാടിനെ പറ്റി ഭരതൻ ചിലമ്പ എന്നുള്ള ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലും KS ചിത്ര പാടിയിട്ടുണ്ട്. പുടമുറി കല്യാണം, ദേവി എനിക്കിന്ന് മാംഗല്യം. അതില് കാലിൽ പൊൻചിലമ്പണിഞ്ഞ്, കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ്. അപ്പോൾ ഒരു വെളിച്ചപ്പാടിനെ പറ്റിയും KS ചിത്ര പാടിയിട്ട് ഉണ്ട്. മറ്റൊന്ന്, ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തി മുതുവറ നാരായണൻ നമ്പീശനാണ്. കഴകപ്രവൃത്തിയുടെ മഹത്വം തൻ്റെ ജീവിത ദർശനമായി കാണുകയും അപ്രകാരം എങ്ങനെയാണ് ഒരു കഴകക്കാരൻ ക്ഷേത്ര പ്രവൃത്തിയിലൂടെ ഒരു
ഉപാസകനായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു പരിവ്രാജക സ്വഭാവത്തോടുകൂടി ഉപാസകനായി മാറുന്നത് എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന സത്യസാക്ഷ്യമാണ് നമ്പീശൻ. തുളസിമാലയിതാ വനമാലി എന്ന് പറഞ്ഞ ഒരു ഗാനവും KS ചിത്രയുടേതായിട്ട് ഉണ്ട്. അതും ഈ കഴകക്കാരൻ്റെ ജീവിതത്തിലേക്ക് അന്വയിക്കാവുന്നതാണ്. മാല കെട്ടുക, വിളക്ക് പിടിക്കുക, മദ്ദളം കൊട്ടുക, ഇങ്ങനെ കൈകൊണ്ടുള്ള 3 കലകൾ. പൂ പറിച്ച കൈ, മാല കെട്ടിയ കൈ, മദ്ദളം കൊട്ടിയ കൈ, ഇങ്ങനെ ഈ ത്രിഹസ്ത ചാരുത, കൃതഹസ്തത എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ നമ്പീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൃതഹസ്തത അദ്ദേഹത്തിൻ്റെ മാല കെട്ടിൽ നമുക്ക് കാണാം. അങ്ങനെ ഈ തിരുമാന്താംകുന്ന് തട്ടകത്തെ എല്ലാ ദേവീ ദേവന്മാർക്കും വേണ്ടി പതിറ്റാണ്ടുകളായി പുഷ്പാഞ്ജലിക്കായി പൂക്കൾ ഒരുക്കുകയും അതിനുവേണ്ടി മാല കെട്ടുകയും ഭഗവാനെ അകമ്പടിയായി വിളക്ക് പിടിക്കുകയും ചെയ്ത് കഴകപ്രവൃത്തിയുടെ മഹനീയത തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിച്ച നമ്പീശനെയും ഇവിടെ ആദരിക്കുകയാണ്. ഈ 3 പേർക്കും ആദരമുദ്ര നൽകുന്നത് അഭിവന്ധ്യയായ KS ചിത്രയാണ്. ഒരിക്കൽ കൂടി കേരളീയതയുടെയും മലയാളീയതയുടെയും സ്വകാര്യ അഭിമാനവും അഹങ്കാരവും ആയി മാറിയ നാദാകാരയായ ഈ അപൂർവ ഗാന ജന്മത്തിന് അവരുടെ തുടർ സംഗീത സൗഖ്യത്തിനായി തിരുമാന്താംകുന്നിലമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുനർജന്മത്തിൽ ഇതിലും മഹത്വം മഹനീയവുമായ സംഗീത ജന്മമായി അവർ പിറവി എടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അത്യധികം നന്ദി സർ. തുടർന്ന് KS ചിത്ര ചേച്ചിക്ക് PC അരവിന്ദൻ സമർപ്പിക്കുന്ന കാവ്യാർച്ചനയാണ്. ആ കാവ്യാർച്ചന സമർപ്പിക്കുന്നതിനു വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ PC അരവിന്ദൻ അവരുകളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മേ ശരണം. മലയാളത്തിൻ്റെ പ്രിയ വാനമ്പാടിക്ക് ഒരിക്കൽ കൂടി തിരുമാന്താംകുന്നിൻ്റെ മണിമുറ്റത്തേക്ക്, തിരുമാന്താംകുന്നിലമ്മയുടെ മടിത്തട്ടിലേക്ക് സ്വാഗതം. വേദിയിലും സദസ്സിലുമായിട്ട് ഒരുപാട് പ്രൗഢ ജനങ്ങളുണ്ട്. എല്ലാം സദസ്സിലും ഒരുപാട് വലിയ ആൾക്കാരുണ്ട്. എല്ലാവരും മുമ്പിലും ഞാൻ നമസ്കരിക്കുന്നു. സംഗീതത്തിൻ്റെ ചിരിച്ച മുഖം ചിത്ര, ആ ചിത്ര ചൈതന്യം ധന്യമാക്കുന്ന ഈ വേദിയിൽ വന്നു നിൽക്കാനും 2 വാക്ക് പറയാനും ആദരിക്കപ്പെടുവാനുമൊക്കെ ഒരു പൂർവജന്മ സുഹൃതം തന്നെ വേണം. അമ്മ തന്ന ഒരു വലിയ സുഹൃതമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. അതിനപ്പുറം ഒന്നുമല്ല. ചിത്രയും ഞാൻ അങ്ങനെ എങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് മാനസികമായിട്ട് അടുപ്പുള്ള, എങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചിത്രയെ വിളിക്കാം. അങ്ങനെയായിരുന്നു ആദ്യം വിളിച്ചിരുന്നു. എൻ്റെ ഒരു കുടുംബാംഗം പോലെയാണ്. മറ്റൊരു ആൾക്കും ഗായികയ്ക്കും ഇല്ലാത്തൊരു വ്യക്തിത്വമാണ് ചിത്രയ്ക്കുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു അമൃതമാണ് ഞാൻ നുകർന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചിത്രയെ പരിചയപ്പെടുന്നത് തിരുമാന്താംകുന്നിലമ്മ എന്ന പാസ്വേഡുമായിട്ടാണ്. ഞങ്ങളുടെ ഇടപാടുകൾ അതിലാണ് തുടങ്ങുന്നത്. സത്യത്തിൽ എൻ്റെ ആദ്യത്തെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് തിരുമാന്താംകുന്നിൽ ഉണ്ടത്രമതിരാണ്. അത് കൊടുത്താണ് ഞങ്ങൾ. ഇന്നും അത് ചിത്രയ്ക്ക് വേണ്ടി കാത്തു ഇരിക്കുകയാണ്. അന്ന് തുടങ്ങിയ ആ ബന്ധം അതൊരു വലിയ സ്നേഹബന്ധത്തിൻ്റെ തുടക്കമാണ്. വിജേഷൻ പറഞ്ഞു, അവർക്ക് വേണ്ടി മലയാളത്തിൻ്റെ മഹാഗായികയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചലച്ചിത്രേതര ഗാനങ്ങൾ എഴുതിയത് ഞാനാണെന്ന്. അതൊക്കെ അവരെനിക്ക് തന്നിട്ടുള്ള സ്നേഹം മാത്രമാണ്. വലിയ വലിയ
ഗാനരചയിതാക്കൾക്കും കവികളുടെയും വരികൾ അവരെ കാത്തിരിക്കുമ്പോൾ ഒന്നുമല്ലാത്ത, ഞാൻ കേരളത്തിൽ എവിടെയല്ല, തിരുമാന്താംകുന്നിനൊക്കെ അടയാളപ്പെടുത്തിയത് ഞെറത്തിന് ശേഷമാണ്. ഞാനൊന്നുമല്ല. ഈ മൂലയിൽ ഇരിക്കുന്ന എന്നെ ഉയർത്താൻ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതുണ്ടെന്ന് ചിത്രയോടും അതുപോലെ ദാസേട്ടനോടൊക്കെ എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. എൻ്റെ കയ്യിൽ ഒരത്ഭുതമില്ല. അമ്മ തോന്നിക്കുന്നത് എന്തോ അത് ഞാൻ എഴുതുന്നു. അതിനപ്പുറം എനിക്ക് ഒന്നുമില്ല. അത് വെച്ചിട്ടുള്ളൊരു ഒരു കളി. അമ്മ പറയുന്നതനുസരിച്ച് എന്താ നമ്മൾ ചെയ്യുന്നു, അതിലപ്പുറം ഒന്നുമല്ല ഞാൻ. എന്തായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈ ചിത്രയെപ്പോലത്തുള്ള മഹാരായിട്ടുള്ള ഗായികമാരെ കൊണ്ട് ഒരുപാട് പാടിക്കാനും അവരുടെ സ്വരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കപ്പെടാനും ഒക്കെ എൻ്റെ കഴിവല്ല. ആരാ പാടുന്ന പാട്ടെന്ന്, ഗാനരചയിതാവ് ആരാന്ന് ഒരു പാട്ടിനെ പറ്റിയും ആരും ചോദിക്കാറില്ല. യേശുദാസ് പാടിയ പാട്ട്, ചിത്ര പാടിയ പാട്ട്, അങ്ങനെയാണ് ഒരു ഭക്തിഗാനം പ്രത്യേകിച്ചും അറിയപ്പെടുന്നത്. പൊതുവെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. സാഹിത്യവും സംഗീതവും മൂകാംബിക ദേവിയുടെ, സരസ്വതി ദേവിയുടെ 2 സ്ഥാനങ്ങളാണെന്ന് പറയുമ്പോഴും സാഹിത്യം ഒന്നുമല്ലാതെ കിടക്കുകയാണ്. ബാക്കി സംഗീതത്തിനെ കൂടി ഒരു ലിമിറ്റ് അറിയാൻ പറ്റും. അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പിൻനിരയിലുള്ള ഞങ്ങൾക്കൊക്കെ ഒരു ആത്മസംതൃപ്തി നൽകുന്നത്, എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആനന്ദിക്കാൻ കഴിയുന്നത് ഇവരെ പോലുള്ള ഇങ്ങനെ വലിയ മനസ്സിൻ്റെ ഉടമകളുള്ളതുകൊണ്ടാണ്. ശ്രീമതി ചിത്രയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിജേഷൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം ചിത്ര എന്താണെന്ന്. അവരെങ്ങനെയാണോ അറിയപ്പെടുന്നത് അത് എല്ലാവർക്കും അറിയാം. ചിത്രയുടെ പാട്ടില്ലാത്ത ചുണ്ടോ, ചിത്രയുടെ ആ മുഖമില്ലാത്ത ഒരു മനസ്സോ ഇല്ല. ചിത്രയെ നമുക്ക് വെറുതെ സങ്കല്പിക്കാൻ പറ്റില്ല. ചിത്ര എന്ന് പറയുമ്പോൾ ആ ചിരിച്ച മുഖം എങ്ങനെയായിപ്പോയി. ഞാൻ പറയട്ടെ, ഒരുപാട് സാംസ്കാരിക സമ്മേളനങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കുട്ടികൾ പങ്കെടുത്തിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുള്ള ചിത്ര, അതാണ് ചിത്രയുടെ വിഷയം. ഈ നിഷ്കളങ്കമായ മനസ്സുകളുടെ ആരാണ് അവിടെ കൊടന്നിരുത്തിയത്, അവരെന്താണ് ഇത്രയും പിൻ ഡ്രോപ്പ് സൈലൻസോടുകൂടി ശ്രദ്ധിക്കുന്നത്. എന്ത് മാജിക്കാണ്, എന്ത് മാസ്മരികതയാണ്. ചിത്ര ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് ആ ചിത്രയുടെ ചൈതന്യം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈശ്വരൻ കൊടുത്താണ്. ചിത്ര പറയുന്നുണ്ട്. ചിത്ര ആദ്യം മൈക്രോഫോണിൽ ഒന്ന് പാടിയിട്ടുള്ള വരികൾ വളരെ രസമാണ്. കാലം ചില സർക്കസുകൾ കാട്ടാറുണ്ട്, അതിലത്തെ ഒരു ജാലം എന്ന് പറയട്ടെ. ചിത്ര ആദ്യമായിട്ട് മൈക്രോഫോണിൻ്റെ മുന്നിൽ വന്ന് പാടിയ വരികൾ പാടാൻ എനിക്കറിയില്ല. അതിൻ്റെ അക്ഷരങ്ങൾ: എൻ്റെ പേര് കണ്ണനുണ്ണി, എനിക്ക് വയസ്സ് 2, എൻ്റെ കാലിലെ പാദസരം പോലെ എനിക്ക് ചിരിക്കാനറിയാം. ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല ചിത്ര. ഇതാണ് ചിത്ര പാടിയിട്ടുള്ളത്. എൻ്റെ കാലിലെ പാദസരം പോലെ എനിക്ക് ചിരിക്കാനറിയാം. ഒരു ഭഗവാന്, ഒരു ദൈവത്തിനെയാണ് അതിൽ കൂടെ അവതരിപ്പിക്കുന്നത്. ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു ഭഗവാൻ. കൃഷ്ണൻ എന്തെല്ലാം വിധത്തിൽ വിശേഷിപ്പിക്കാം. ചിത്ര വിശേഷിപ്പിക്കുന്നത്, ചിത്രയുടെ മനസ്സ് ചെന്ന് പറ്റിയിട്ടുള്ളത് അത് ചിത്ര എഴുതിയതല്ല. പക്ഷെ ആ പാട്ട് എഴുതാൻ 5 വയസ്സായ ഒരു കുട്ടി വേണമായിരുന്നു. ആകാശവാണിയിൽ കൂടെ ദൈവമാണത് പാടിച്ച ചിത്രയെ കൊണ്ട്. ആ ബാല്യ നൈർമല്യം ഈ വയസ്സെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും ചിത്രയ്ക്കുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭഗവാൻ കൊടുത്തതാണ്. കൃഷ്ണൻ കളവും തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനും മനസ്സും തരാം എന്നാ പാടിക്കണത്. ഗിരീഷ് പുത്തഞ്ചേരി ഒരു പാട്ട് ഞാൻ എന്താ എൻജോയ് ചെയ്യാൻ കാരണം വെച്ചാൽ, ഒരു ഗാനരചയിതാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ എന്താ വെച്ചാൽ പുരസ്കാരങ്ങളല്ല, നമ്മൾ എഴുതിയ പാട്ടുകൾക്ക് 1000 ചിറകുകൾ മുളയ്ക്കുന്ന, 10,000 ചെവികൾ കേട്ടിരിക്കുന്ന ഒരു ചെറിയ മനസ്സ് കരയുന്ന ഒരു മുഹൂർത്തമുണ്ട്. അത് മതി, ഒരു പ്രതിഫലം അതിലും വലുതില്ല. എത്ര പാട്ടുകളാണ്. ചിത്രയെ നമുക്ക് മറക്കാൻ കഴിയില്ല. വലിയ ഗായികമാരാണ് എസ് ജാനകിയും സുശീലയൊക്കെ. പക്ഷേ ആ സുശീല ചിത്രമ്മ പറഞ്ഞെന്താ, ചിത്ര പറഞ്ഞത്, ജാനകിയമ്മ പറഞ്ഞത്, ഇവൾ എൻ്റെ വയറ്റിൽ ജനിച്ചില്ലല്ലോ എന്നാണ്.
ഒരു സങ്കടവും വേണ്ട. ജാനകീനെ ചിത്രം വിളിക്കുന്ന ആദ്യം വിളിക്കെ ജാനകിയമ്മ എന്നാണ്. ആ ഒരു വിശേഷം സൂചിപ്പിച്ചു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഏത് പൈതൃകമാണ് ചിത്രയുടെ അടിത്തറ, ആരെല്ലാമാണ് ചിത്രം മനസ്സിൽ ഉള്ളത്, അത് ഒന്നിനും കോപ്പി ചെയ്യുന്നല്ല, അറിയാതെ വന്നു ചേരുന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. എസ് ജാനകി അറിഞ്ഞു കൊടുത്ത അവരുടെ ചൈതന്യം. അല്ലെങ്കിൽ അത് ചിത്ര ചോദിച്ചിട്ടല്ല, ചിത്രയ്ക്ക് നാച്ചുറലായിട്ട് കൊടുക്കാൻ കഴിയും. ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമിക്ക് കാത്തിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ശിഷ്യൻ വരും എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് തൻ്റെ മനസ്സിൽ അതുവരെ കൊണ്ടു നടന്നിരുന്ന അഗ്നി പകർന്നു കൊടുക്കാൻ ഒരു ആത്മാവ് വേണമായിരുന്നു. അതാണ് വിവേകാനന്ദ സ്വാമികൾ ചിത്ര കണ്ടത്. ഇതുപോലെ നമ്മൾ ചിത്രയെ അന്വേഷിച്ച് ഒരുപാട് മഹാഗായികമാരും ഗായകന്മാരും ഒക്കെ നടക്കുകയാണ്. ഇത് വരും തലമുറയ്ക്ക് കൈമാറാൻ അമ്മേ ഭഗവതിയുടെ ദീപാരാധനയാണ്. ഭഗവതിയുടെ തിരിഞ്ഞു വന്നിട്ട് തോന്നുന്ന വലിയ മോഹവുമായിട്ടാണ് ചെന്നൈയിൽ നിന്ന് ചിത്ര യാത്ര പുറപ്പെടുന്നത്. നോക്കൂ, എത്രയോ വർഷം മുമ്പാണ് ചിത്രയുടെ വന്നിട്ടുള്ളത്. ചിത്രയുടെ മനസ്സിലെ വലിയ മോഹം എനിക്ക് തിരിഞ്ഞു വന്നിട്ട് തോന്നുന്നതാണ്. എൻ്റെ അടുത്ത് ചോദിച്ച ഒരേ കാര്യം തിരിഞ്ഞു വന്നിടിക്ക്. അതുപോലെ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരമൊക്കെ ഓർമ്മയുണ്ടോ ചോദിച്ചു. എനിക്കറിയാം ഓർമ്മയുണ്ടെന്ന്. മറക്കം ആ പടവുകളും ആ മാതൃശാലയുടെ ചുറ്റും ചെയ്ത ചുവർ ചിത്രങ്ങളൊക്കെ എനിക്കറിയാം. എത്ര ഒരു നിഷ്കളങ്കമായിട്ടാണ് ചിത്രം പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ ലോകത്തിൽ ചിത്രം പോകാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ തിരുമാന്താംകുന്നും കല്ലിൽ കൊത്തിവെച്ച ലിപികളെ പോലെ ചിത്രയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. തിരുമാന്താംകുന്നിൻ്റെ ഭാഗ്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ആ മധുരമായിട്ടുള്ള ശബ്ദം കേൾക്കാനാണ്. പക്ഷെ എനിക്കൊരു ചെറിയൊരു കാര്യം, ചിത്രം വരുന്നു കേട്ട മൽക്ക് ഈ നാട് മുഴുവൻ പാടുകയാണ്. 10,000 കോടി കോടി നാവുകൾ പാട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കും തോന്നി എനിക്കൊരു പാട്ട് പാടണല്ലോ എന്ന്. തിരുമാന്താകുന്നതിലമ്മയ്ക്ക് അമ്മയും ഒരു പാട്ട് മൂടി എൻ്റെ മനസ്സിലിരുന്ന്. ഞാനിവിടെ വന്നു നിൽക്കുന്ന ഒരു കാവ്യ പൂജയ്ക്കാണ് ശേഷം ആ ഒരു ചെറിയൊരു, അതെൻ്റെ വരികളല്ല, തിരുമാന്താകുന്നതിലമ്മ ചൊല്ലിയത് കേട്ട് ഏത് വിധത്തിലാണോ മഹാഭാരത ഗണപതി എഴുതിയത് അതുപോലെ അമ്മ ചൊല്ലിയത് എഴുതിയ ഒരു എഴുത്തുകാരൻ മാത്രമാണ് ഞാൻ. ഇതിൻ്റെ രചന PC അരവിന്ദനല്ല. അമ്മയ്ക്ക് വേണ്ടി എഴുതാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പുറമൊന്നുമില്ല. എനിക്കൊരുപാട് ജീവിതത്തിൻ്റെ ധന്യതയായിട്ട് തോന്നുന്നു. ഒരു വളരെ വലിയ മനസ്സുള്ളൊരു ആൾക്ക് സമ്മാനിക്കാൻ അമ്മ എൻ്റെ അടുത്ത്, അമ്മയ്ക്ക് ആരെ വേണമെങ്കിൽ ഏൽപ്പിക്കാം, ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസറോ മുരളി സാറോ ആരടുത്ത് വേണമെങ്കിൽ കൊടുക്കാം, ചിത്രയ്ക്ക് കൊടുക്കാം. പക്ഷെ എൻ്റെ അടുത്ത് അമ്മ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് ചിത്രയ്ക്ക് കൊടുക്കാൻ. അത് ഞാൻ നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ചിത്രയ്ക്ക് സമ്മാനിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ വരിയല്ല, ഇത് അമ്മയുടെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത് തിരുമൊഴി എന്നാണ്. അമ്മയുടെ വാക്കുകൾ ഒരുപാട് ആരും പാടാൻ എനിക്കറിയില്ല. ഇതിലെ അക്ഷരങ്ങൾ മാത്രം, ഇത്ര ക്ഷമിക്കണം, പാട്ട് കവിത അല്ല. അമ്മ പറയണ ഇതിൽ തിരുമാന്താകുന്നതിലമ്മയും KS ചിത്ര എന്ന വലിയ ഗായികയൊന്നുമില്ല, ഒരമ്മയും മോളും തമ്മിൽ കണ്ടാൽ മതി. എത്ര നാളായി ഞാനീ ചിത്രനാദം കേട്ടിട്ട്, ഇങ്ങെത്തിയല്ലോ നീ ഇപ്പോൾ അമ്മയ്ക്കിന്നാനന്ദമായി. എത്ര നാളായി ഞാനീ ചിത്രനാദം കേട്ടിട്ടിങ്ങെത്തിയല്ലോ നീ ഇപ്പോൾ അമ്മയ്ക്കിന്നാനന്ദമായി. നല്ല പോലറിഞ്ഞിടാം നിൻ തിരക്കെല്ലാം അമ്മ, ഇല്ലതിൽ തെല്ലും ഖേദം, ഉള്ളതോ അഭിമാനം. ഓർക്കുന്നു നീ മുൻപെന്നെ
നന്ദനാനന്ദത്തോടെ പാർക്കുവാനായി കുന്നിൽ വന്നൊരാ മുഹൂർത്തം ഞാൻ പാട്ടിലാറാടിച്ചന്നൻ പൊന്നുമോൾ മടങ്ങുമ്പോൾ നൽകിയതില്ല ഈ അമ്മ നിൻ കയ്യിലൊന്നും തന്നെ. അപ്പോഴും ഇതളിട്ട് നിൻ മുഖശ്രീയാം സ്മേരം പുഷ്പവൃഷ്ടിയായല്ലോ പെയ്തതൻ മനക്കാമ്പിൽ. മായികമാമീ ലോകം മായ്ക്കാതിരുന്നീടട്ടെ 1000 വസന്താപതൂമാ പൊൽപുഞ്ചിരി. മായികമാമീ ലോകം മായ്ക്കാതിരുന്നീടട്ടെ 1000 വസന്താപ തൂമാ പൊൽപുഞ്ചിരി. എന്നു നീ പോകും മുമ്പേ തന്നിടാനൊന്നുണ്ടല്ലോ, ഇങ്ങരികത്തായി വന്നു നിൽക്കുകൻ മണിമുത്തേ. അമ്മ തന്നെ അനുഗ്രഹം മാത്രമുണ്ടായാൽ പോരും എന്നു നീ പറഞ്ഞിടും. എങ്കിലും ഈ വാത്സല്യം 2 കൈകളും നീട്ടിക്കൊണ്ടു സ്വീകരിക്കണം. വീണ്ടും വരേണം കാണാൻ ധന്യം നിന്നാൽ മാന്താദ്രി, ധന്യം നിന്നാൽ മാന്താദ്രി. ഓർമ്മയുണ്ടായിടണം അമ്മ ചെയ്വതെല്ലാമേ നന്മ തൻ മക്കൾക്കുണ്ടായി കാൺമതിനായിക്കൊണ്ടല്ലോ. ഓർമ്മയുണ്ടായിടണം അമ്മ ചെയ്വതെല്ലാമേ നന്മ തൻ മക്കൾക്കുണ്ടായി കാൺമതിനായിക്കൊണ്ടല്ലോ. കാലത്തിൻ അനന്തമം താരകാപദങ്ങളിൽ ചാലപ്പറന്നിടേണം നീളാളൻ വാനം പാടി. കാലത്തിൻ അനന്തമം താരകാപദങ്ങളിൽ ചാലപ്പറന്നിടേണം നീളാളൻ വാനം പാടി. ചിത്രാ പൗർണമി മേലെ നിന്നു നീ തൂകും രാഗചന്ദ്രിക കുളിർ കോരി വാഴാവൂ മണ്ണും വിണ്ണും. ചിത്രാ പൗർണമി മേലെ നിന്നു നീ തൂകും രാഗചന്ദ്രിക കുളിർ കോരി വാഴാവൂ മണ്ണും വിണ്ണും. നമസ്കാരം. വളരെ ധന്യവും പവിത്രവുമായ കാവ്യാർച്ചനയ്ക്ക് ശേഷം നാം ഏവരും ധന്യമായ വേളയിൽ KC അരവിന്ദൻ എന്ന ഗാനരചയിതാവിൻ്റെ ഒരു സമർപ്പണം KS ചിത്ര ചേച്ചിക്ക് നൽകുകയാണ്, ആദരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായി തന്നെ പരിണമിക്കട്ടെ. തുടർന്ന് മാതാതിരി പുരസ്കാര സമർപ്പണമാണ് വേദിയിൽ ഇനി നടക്കുന്നത്. ഈ ധന്യമായ മുഹൂർത്തത്തിൽ ശില്പം സമ്മാനിക്കുന്നതിനായി നമ്മുടെ ആരാധ്യനായ ശ്രീ MR മുരളി സാർ അവരുകളെ ക്ഷണിക്കുന്നു. 2024 അമ്മയുടെ മാതാതിരി പുരസ്കാര സമർപ്പണത്തിൽ ശില്പം സമ്മാനിക്കുന്നത് ആദരണീയ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MR മുരളി സാറാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിൻ്റെ പ്രിയ വാനമ്പാടി ഗാന സരസ്വതി എന്ന് വിശേഷിപ്പിക്കുന്ന KS ചിത്രാമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തുടർന്ന് കീർത്തിപത്രം സമർപ്പിക്കലാണ്. കീർത്തിപത്രം സമർപ്പിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് അംഗം ശ്രീമതി സുധാകുമാരി അവരുകളാണ്. മലയാള ചലച്ചിത്ര ഗാനഗണത്തിലെ നിത്യഭാസ്വര നക്ഷത്രമാണ് KS ചിത്ര. അനിർവചനീയമായ ആലാപന തികവിലൂടെ വിവിധ ഭാഷാ ചിത്രങ്ങളിൽ പാടിയിട്ടുള്ള ചിത്രയുടെ ഭാവബന്ധുരമായ ശബ്ദ സ്വച്ഛത അനുപമമാകുന്നു. മലയാളത്തിന് ദൈവം നൽകിയ ഈ ഗായിക സാഹിത്യത്തെയും സംഗീത സംവിധാനത്തെയും സ്വരമാധുരി കൊണ്ടും
സ്വകീയ ശൈലി കൊണ്ടും പാടി പൂർണ്ണമാക്കുന്നു. ഗാനസന്ദർഭങ്ങളുടെ പശ്ചാത്തലവും പ്രമേയ വൈകാരികതയും തികഞ്ഞു തെളിഞ്ഞു പാടുന്നതിൽ ചിത്രയുടെ നിസ്തുലമായ സംഗീതാവബോധത്തിന് പൂർവ്വ മാതൃകകളില്ല. നാദാകാരയായ KS ചിത്ര പാടി അനശ്വരമാക്കിയ പാട്ടുകൾ കേരളീയതയുടെ മൂലധനമാകുന്നു. വലിയൊരു കാലഘട്ടം ഒറ്റയ്ക്ക് അപരാജിതയായി വിചിത്രമായ ചിത്രയുഗം അവർ സൃഷ്ടിച്ചു. നിഷ്കളങ്കമായ ശരീരവും ശാരീരവും സമന്വയിച്ച KS ചിത്രയുടെ ഗാനനിർജ്ജരയ്ക്കുള്ള അംഗീകാരമായി അങ്ങാടിപ്പുറം ശ്രീ തിരുമന്താകുന്ന് ദേവസ്വത്തിൻ്റെ മാന്താതിരി പുരസ്കാരം 2024 ഭഗവതിയുടെ പ്രസാദവും അനുഗ്രഹവുമായി ഇവിടെ സമർപ്പിക്കുകയാണ്. തുടർന്ന് ഉത്തരീയം അണിയിക്കൽ എന്ന ചടങ്ങാണ്. അത് അണിയിക്കുന്നതിനായി നമ്മുടെ ആദരണീയ ബഹുമാനപ്പെട്ട കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ് ശ്രീമതി ശ്രീ ബീന അവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അത് സ്നേഹാർദ്രമായി സ്വീകരിക്കുവാൻ ചിത്രാമ്മയെയും ക്ഷണിക്കുന്നു. തുടർന്ന് പുരസ്കാര ദ്രവ്യ സമർപ്പണമാണ്. അത് ആദരണീയ അസിസ്റ്റന്റ് കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ് ശ്രീമതി PT വിജയ് അവരുകളെ അത് നൽകി അവർക്ക് സമർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. തുടർന്നുള്ള സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വീണ്ടും. ശ്രീമതി ചിത്ര ചേച്ചി 3 ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ശ്രീ ഡോക്ടർ NP വിജയേഷൻ സാർ അവതരിപ്പിച്ച് പരിചയപ്പെടുത്തിയ 3 ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ഇവിടെ സമാദരിക്കുകയാണ്. ആദരമേറ്റുവാങ്ങുന്നതിനായി ശ്രീ PC അരവിന്ദൻ അവരുകളെ ക്ഷണിക്കുന്നു. സമർപ്പിക്കുന്നത് KS ചിത്ര അവറുകളാണ്. തിരുമാന്താംകുന്നിൻ്റെ തെക്കേ താഴ്വരയിൽ നിന്നാണ് മലയാളത്തിലെ മൗലിക ഗാനങ്ങളെല്ലാം തന്നെ പിറന്നു വീണത്. എഴുത്തിൽ നന്ദനാരുടെ വംശത്തിൽ ഒരു പാട്ടെഴുത്തുകാരൻ അടയാളപ്പെടുത്തുകയാണിവിടെ. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവും ചരിത്രവും വിശ്വാസവും ചാലിച്ച് അവിടെ പുതിയ ഗാനപ്രതിഷ്ഠ നടത്തുന്നു. മഹാഗായകന്മാരും ഗായികമാരും ആ വരികൾ പാടുന്നു. ജ്ഞാനികളായ സംഗീത സംവിധായകർ ഈണം നൽകുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉഷസ്സിലും സന്ധ്യയിലും ഈ ഭക്തിഗാനങ്ങൾ പ്രാർത്ഥനാ ഗീതങ്ങളായി ആവർത്തിക്കുന്നു. തിരുമാന്താംകുന്നിൽ അമ്മ തോന്നിക്കുന്ന വരികളാണ് എന്ന് വിനീതനാവുന്ന ഈ ഗാനസ്രഷ്ടാവിൻ്റെ പേര് PC അരവിന്ദൻ. ഭക്തിഗാന രചനയിൽ വേറിട്ട് വഴി തുറന്ന PC അരവിന്ദൻ്റെ നിസ്തുലമായ സർഗസിദ്ധിയുടെ സംഭുടമാണ് ഭക്തിസമ്പന്നമായ ഗാനങ്ങൾ. പാട്ടെഴുത്തിലെ സർഗസമ്പന്നനായ PC അരവിന്ദനെ 2024 അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താംകുന്ന് പൂരം സാംസ്കാരിക സമ്മേളന വേദിയിൽ ആദരിക്കുകയാണ്. തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങുന്നത് ഷാളണിയിക്കുന്നത് അദ്ദേഹത്തെ വളരെയധികം അനുബോധിച്ചുകൊണ്ടുള്ള ഷാളണിയിക്കൽ ഇതൊരു ചരിത്ര മുഹൂർത്തമായി തന്നെ നമുക്ക് വിലയിരുത്താം. അടുത്തതായി ശ്രീ എടപ്പറ്റ ഗോവിന്ദൻ നായർ എന്ന വ്യക്തിത്വത്തെയാണ് ഇവിടെ ആദരിക്കുന്നത്. ഭഗവതിയുടെ പ്രതിപുരുഷനായിട്ടാണ് വെളിച്ചപ്പാടിന് സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പൂരാഘോഷവേളകളിൽ വെളിച്ചപ്പാടിൻ്റെ സാന്നിധ്യം ഭക്തി സംവർദ്ധകം കൂടിയാണ്. കോമരങ്ങളുടെ വെളിച്ചപ്പെടൽ പൂരത്തിലെ ചാരുദൃശ്യമാകുന്നു. എടപ്പറ്റ കോമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദൻ നായർ തിരുമാന്താംകുന്ന് അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമാണ്. കോമരങ്ങൾ പാലിക്കേണ്ട നിഷ്ഠയിലും വിശ്വാസത്തിലും അടിയുറച്ച് കെട്ടിച്ചിറ്റി വാളും ചിലമ്പുമണിഞ്ഞ് വിറച്ചു വെളിച്ചപ്പെടുന്ന എടപ്പറ്റ കോമരം കൊട്ടിയിറക്കത്തിലെ ചാരുദൃശ്യമാകുന്നു. കോമര കലയിലെ നൃത്തങ്ങളിലെ അവസാന വാക്കുകൂടിയാണ് ഗോവിന്ദൻ നായർ. ചെമ്പട്ട് ചുറ്റി അരമണി അണിഞ്ഞ് വാളും ചിലമ്പുമായി കൽപ്പന പറയുന്ന എടപ്പറ്റ കോമരത്തിൽ അമ്മയുടെ വചനങ്ങൾ കുടികൊള്ളുന്നതായാണ് സങ്കല്പം. പതിറ്റാണ്ടുകളായി തിരുമാന്താംകുന്ന് പൂരത്തിന്റെ ദൃശ്യാവേശം കൂടിയായി മാറിയ എടപ്പറ്റ കോമരത്തെ 2024 തിരുമാന്താംകുന്ന് പൂരം സാംസ്കാരിക സമ്മേളനത്തിൽ ആദരിക്കുമ്പോൾ അതിന് ചരിത്രം സാക്ഷി പിന്നെ ഈ പുരുഷാരങ്ങളും. അടുത്തതായി ആദരവേറ്റുവാങ്ങുവാനായിട്ട് ശ്രീ മുതുവറ നമ്പീശൻ അവറുകളെ ക്ഷണിക്കുകയാണ്. കഴകപ്രവൃത്തിയുടെ മഹിതവും മഹനീയവുമായ പാരമ്പര്യ നിഷ്ഠയാണ് മുതുവറ പുഷ്പകത്ത് നാരായണൻ നമ്പീശനെ വേറിട്ട് നിർത്തുന്നത്.
അങ്ങാടിപ്പുറത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വർഷങ്ങളായി മാലകെട്ട്, വിളക്ക് പിടിക്കൽ, അടിയന്തര വൃത്തിയുമായി ജീവിക്കുന്ന നാരായണ നമ്പീശനിൽ സമർപ്പണത്തിന്റെ സംശുദ്ധിയുണ്ട്. കടുത്ത വരൾച്ചയിലും പൂ നട്ടു നനച്ച് പൂക്കളുമായി ക്ഷേത്രങ്ങളിൽ പുഷ്പസമൃദ്ധി ഒരുക്കുന്ന നമ്പീശൻ കഴകക്കാർക്ക് മാതൃകയാകുന്നു. മാലകെട്ടിലെ കാലാത്മകതയാണ് നമ്പീശന്റെ മറ്റൊരു സർഗസിദ്ധി. ദേവീദേവന്മാർക്ക് മാലകെട്ടിയും അർച്ചന പുഷ്പങ്ങൾ ഒരുക്കിയും എഴുന്നള്ളിപ്പിന് വിളക്ക് പിടിച്ചും പുണ്യജന്മത്തിൽ പുലരുന്ന മുതുവറ പുഷ്പകത്ത് നാരായണ നമ്പീശനെ 2024 അങ്ങാടിപ്പുറം ശ്രീ തിരുമന്താംകുന്ന് പൂരം സാംസ്കാരിക സമ്മേളനത്തിൽ ആദരിക്കപ്പെടുകയാണ്. തുടർന്ന് അനുഗ്രഹ ഭാഷണം നടത്തുന്നതിനായി നമ്മുടെ ആദരണീയ തിരുമന്താംകുന്ന് ദേവസ്വം തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ PM നാരായണൻ നമ്പൂതിരി അവരുകളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അമ്മേ ശരണം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന തിരുമാന്താംകുന്നിലമ്മയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. തുടർന്ന് ആശംസ അർപ്പിക്കലിന് വേണ്ടി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി PT വിജയ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷ മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീമതി സുധ ടീച്ചർ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ആരാധ്യനായ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി സർ, കമ്മീഷണർ ശ്രീമതി C ബീന, ഈ യോഗത്തിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രം ഇന്നത്തെ വിശിഷ്ട അതിഥി നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ KS ചിത്ര ചേച്ചി, ഇന്നിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള ശ്രീ മുതുവറ നമ്പീശൻ, എടപ്പറ്റ ഗോവിന്ദൻ നായർ, ശ്രീ അവർകൾ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭക്തജനങ്ങളെ, ഒരു വൈകിയ വേളയാണ്, ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും ചിത്ര ചേച്ചിയെക്കുറിച്ച് 2 വാക്ക് പറയാതെ പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ചിത്ര ചേച്ചിയെ ഞാൻ മുമ്പ് മമ്മിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സമയത്ത് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വേദി പങ്കിടുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആദരവും ചിത്ര ചേച്ചിയെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ചെറുപ്പം തൊട്ട് ഇതുവരെ കേട്ട് പതിഞ്ഞിട്ടുള്ള പല ഗാനങ്ങളും ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗാനങ്ങൾ പറയാൻ നിന്നാൽ നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഒന്നുമേ ഞാൻ ഇവിടെ പറയുന്നില്ല. ചിത്രചേച്ചിക്ക് ഇനിയുള്ള സംഗീത സബരിയിൽ തിരുമാന്താംകുന്നിൽ അമ്മയുടെ എല്ലാ അനുഗ്രഹ വർഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ചിത്രചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള കലാകാരന്മാർ 3 പേർക്കും എല്ലാ അനുഗ്രഹാശിസുകളും തിരുമാന്താംകുന്നിൽ അമ്മയുടെ അനുഗ്രഹ വർഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പൂരാഘോഷത്തെക്കുറിച്ച് 2 വാക്ക്. പൂരാഘോഷത്തിന് മുന്നോടിയായിട്ട് 8 ദിവസത്തെ ദ്രവ്യകലശം ഇവിടെ നടക്കുകയുണ്ടായി. ആ ദ്രവ്യകലശത്തോടനുബന്ധിച്ച് വർദ്ധിത ചൈതന്യത്തോടെ പരിലസിക്കുന്ന ദേവിയും ദേവനുമാണ് ഇവിടെ ഇപ്പോൾ ഈ നിറസാന്നിധ്യമായിട്ടുള്ളത്. ഈ പൂരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തിരുമാന്താംകുന്നിൽ അമ്മയെ ദർശിക്കാനെത്തുന്ന ഓരോ ഭക്തരിലും ഈ വർദ്ധിത ചൈതന്യത്തിൻ്റെ ഒരംശം പ്രസരിക്കുന്നു. അതുവഴി അത് വീടാന്തരങ്ങളിലും ഈ ദേശത്തിലും ആകമാനം ഈ ചൈതന്യം പരിലസിച്ച് അങ്ങനെയുള്ള വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള ഹൃദയംഗമമായ നന്ദി ഇവിടുത്തെ ഭാരവാഹികളെയും അതുപോലെ ഇങ്ങനെ ഒരു KS ചിത്ര ചേച്ചിയെ തന്നെ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ തോന്നിച്ച തിരുമാന്താംകുന്നിൽ അമ്മയ്ക്കും ഒക്കെ നമ്മുടെ എല്ലാ സ്നേഹാദരങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം. തുടർന്ന് നമ്മളെല്ലാവരും കാതോർത്തിരിക്കുന്ന മറുമൊഴിക്ക് വേണ്ടി നമ്മുടെ ആദരണീയ KS ചിത്രാമ്മയെ സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മൈക്കൊന്നൊരു
അനൗൺസ് ചെയ്യാം. ഒന്നാണ്. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഭക്തരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവതിയുടെ ചൈതന്യവും പൂജകളുടെ ഫലസിദ്ധിയും ഇത്രയും പ്രകൃതി ഭംഗിയുമുള്ള ഈ ഒരു അമ്പലത്തിൻ്റെ അങ്കണം മുറ്റത്ത് വന്നു നിന്ന് നിങ്ങളെ എല്ലാവരെയും കാണാനും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതും തീർച്ചയായിട്ടും എൻ്റെ ഒരു പൂർവ്വജന്മ സുഹൃതമായി തന്നെ ഞാൻ കാണുന്നു. തിരുമാന്ധാംകുന്നിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2006 തോന്നുന്നു ഞാനിവിടെ വന്ന് പാടിയിട്ടുണ്ട്. എൻ്റെ മോളെയും കൊണ്ടാണ് ഞാൻ അന്നിവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോയത്. ഈ അമ്പലത്തിൻ്റെ കുറേ സവിശേഷതകൾ അന്ന് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു. ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ചെങ്ങന്നൂർ ക്ഷേത്രം പോലെ അതുപോലെയുള്ള ചില ക്ഷേത്രങ്ങൾ പോലെ ദേവിക്കാണ് ഇവിടെ പ്രാധാന്യം. ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നതും വരിക്കപ്ലാവിൻ്റെ തടി കൊണ്ടാണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. വിവാഹ തടസ്സം ഉണ്ടാകുന്നവർക്ക് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതും കേട്ടിട്ടുണ്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത ഗണപതിയുടെ മുമ്പിലാണ് ഈ മാംഗല്യ പൂജ നടത്തുന്നതെന്നുള്ളതാണ്. ഇതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നു. അപ്പോൾ ഇത്രയും വിശേഷതകളുള്ള ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്ന് നിന്ന് ഈ മാന്ധാദ്രി പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. അതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ അതോടൊപ്പം ഇന്നിവിടെ എന്നെക്കുറിച്ച് കുറേ എന്താ പറയണ്ടേ കുറേ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ അരവിന്ദൻ സാറിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയോ ഗാനരചയിതാക്കളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ പാടാൻ മൈക്കിൻ്റെ മുമ്പിൽ ഞാൻ നിന്ന് പാടി തുടങ്ങുന്നത് മുതൽ തീരുന്നവരെ അദ്ദേഹം അവിടെ ഇരിക്കാറില്ല. ഇരിക്കൂ എന്ന് എത്ര പറഞ്ഞാൽ ഇരിക്കില്ല. ആ ഒരു ഭക്തിയുടെ എന്താ പറയണ്ട അത്രയും കൂടുതൽ ഭക്തി അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുള്ളപ്പോഴൊന്നും ഇരുന്ന് കണ്ടിട്ടില്ല. ത്രൂ ഔട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ദേവിയുടെ എത്രയോ അനുഗ്രഹം ഇനിയും അദ്ദേഹത്തിന് കിട്ടും. എന്നെന്നും ദേവി കൂടെ ഉണ്ടാകുന്ന ഞാൻ മനസ്സുരുകി അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നിവിടെ ആദരിക്കപ്പെട്ട എല്ലാവർക്കും തന്നെ എൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എൻ്റെ പ്രസംഗം കേൾക്കാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ ദേവിയുടെ തിരുമാന്ധാംകുന്ന് അമ്മയെക്കുറിച്ചൊരു പാട്ട് അരവിന്ദൻ സാർ എഴുതി വിദ്യാധരൻ മാസ്റ്റർ സംഗീതം നൽകി പാടിയൊരു പാട്ട് ഞാൻ പാടാം എല്ലാവർക്കും വേണ്ടി. ഇന്നിവിടെ വേറെ 2 ഗായകരും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. എന്താ നമ്മുടെ ദിലീപ്, സ്റ്റാർ സിംഗറിലെ ദിലീപ് ഒരു വരി പാടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഫോക്ക് പാടുന്നൊരു പേര് ഞാൻ മറന്നുപോയി, സുജിത. അവർ രണ്ടുപേരെയും ഓരോ വരി ഞാൻ അത് കഴിഞ്ഞ് പാടാൻ പറ്റും. എനിക്കും കേൾക്കാമല്ലോ എത്രയോ നാളുകൾക്ക് ശേഷം അവർ പാടുന്നത്. വെള്ളിമലേ നിന്നും വന്നു പുകൾ പൊങ്ങും വള്ളുവനാടിങ്കൽ മേവുമമ്മ. വെള്ളിമലേ നിന്നും വന്നു പുകൾ പൊങ്ങും വള്ളുവനാടിങ്കൽ മേവുമമ്മ. വല്ലഭൻ ചാത്തൻ്റെ വാളോടു പിന്മേലും പുള്ളുവപ്പാട്ടിലും വാഴുമമ്മ. അമ്മേ തിരുമാന്ധാം കുന്നിലമ്മേ ചിമ്മേ തിരുകാൽക്കൽ കുമ്പിടുന്നേ. അമ്മേ തിരുമാന്ധാം കുന്നിലമ്മേ ചിമ്മേ തിരുകാൽക്കൽ കുമ്പിടുന്നേ. വെള്ളിമലേ നിന്നും വന്നു പുകൾ പൊങ്ങും വള്ളുവനാടിൻ
വെള്ളിമലേ നിന്നും വന്നു പുകൾ പൊങ്ങും വള്ളുവനാടിങ്കൽ മേവുമമ്മ. എട്ടു തൃക്കൈയൊത്ത് ഭക്തരെയും കാത്ത് രത്നപീഠത്തിലിരിക്കുമമ്മ. എട്ടു തൃക്കൈയൊത്ത് ഭക്തരെയും കാത്ത് രത്നപീഠത്തിലിരിക്കുമമ്മ. ചാവേറെ കാത്തമ്മ നോവേറെ തീർത്തമ്മ പാരേഴു രണ്ടിനും പെറ്റോരമ്മ. അമ്മേ തിരുമാന്താം കുന്നിലമ്മേ ചെമ്മേ തിരുമുമ്പിൽ കുമ്പിടുന്നേ. വെള്ളിമലേ നിന്നും വന്നു പുകൾ പൊങ്ങും വള്ളുവനാടിങ്കൽ മേവുമമ്മ. വല്ലഭൻ ചാത്തന്റെ വാളോടുക്കിന്മേലും പുള്ളുവപ്പാട്ടിലും വാഴുമമ്മ. അമ്മേ തിരുമാന്താം കുന്നിലമ്മേ ചെമ്മേ തിരുകാൽക്കൽ കുമ്പിടുന്നേ. അമ്മേ തിരുമാന്താം കുന്നിലമ്മേ ചെമ്മേ തിരുമുന്നിൽ കുമ്പിടുന്നേ. വേറെ ഏതെങ്കിലും പാട്ട് കേൾക്കണോ ആർക്കെങ്കിലും? ഏതാ പറയാം. ഇവിടെ പറഞ്ഞപ്പോഴാണ് ആ പാട്ട് ഓർമ്മ വന്നത്. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. വേറെ എന്തെങ്കിലും? മഞ്ഞൾ പ്രസാദം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. ഇന്നിൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. അമ്മ ഒരു തമിഴ് പാടൽ പാട வேண்டும். ഇത് ആരുടെ റിക്വസ്റ്റ് ആണ്? എന്നെ പാട്ട് വേണം உங்களுக்கு? அழகு நிலவே கதவு திறந்து அருகில் வந்தாயே, எனது கனவை உனது விழியில் எடுத்து வந்தாயே. ஒரு பாலைவனமாய் கிடந்த வயிற்றில் பாலை வார்த்தாயே, என் பாதி உயிரை திருப்பித் தரவே பறந்து வந்தாய். இந்த பாவி உன்னை சுமந்ததில்லை,
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേൾക്കാൻ ഓക്കെ, തീർച്ചയായിട്ടും ഒരു പാട്ട് കഴിഞ്ഞിട്ട് പാടാം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓമനത്തിങ്കളിൻ്റെ രണ്ടുപേരും പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവിഴക്കൊടിയോ ചെറുതത്തകൾ കുഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. ഇവിടെ നിന്ന് അദ്ദേഹം ഒരു സായി ഭജൻ പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടി നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റുപാടാമോ? चित्तचोरा यशोदा के बाल नवनीत चोर गोपाल चित्तचोरा यशोदा के बाल नवनीत चोर गोपाल 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 गोवर्धनधर गोपाल 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 गोवर्धनधर गोपाल 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 गोवर्धनधर गोपाल 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 गोवर्धनधर गोपाल चित्तचोरा यशोदा के बाल नवनीत चोर गोपाल चित्तचोरा यशोदा के बाल नवनीत चोर गोपाल 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 गोवर्धनधर गोपाल 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 गोवर्धनधर गोपाल चित्तचोरा यशोदा के बाल नवनीत चोर गोपाल. മതിയോ? കളഭം തരാ ഭഗവാനെ മനസ്സും തരാ കളഭം തരാ ഭഗവാനിൻ മനസ്സും തരാ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാ മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ
അവർ രണ്ടുപേരെയും കൂടെ ഒന്ന് വിളിച്ചോട്ടെ. ഒരു വരി. 2 പാട്ടുകാർ ഇവിടെ വന്നിട്ട് ഒരു വരിയെങ്കിലും അമ്മയുടെ മുമ്പിൽ പാടാണ്ട് പോകുന്നത് ശരിയല്ല. വരി. ഓർമ്മയുണ്ടോ ഈ മുഖം? പണ്ട് സ്റ്റാർ സിംഗറിലുണ്ടായിരുന്ന ദിലീപാണിത്. ഏത് സീസണിലായിരുന്നു? സ്റ്റാർ സിംഗർ സീസൺ 6. ഞാൻ വണ്ടടിച്ച് നിൽക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഒന്നും പറയാനില്ല. ദേവീൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കണം. വേറെ ഒന്നും പറയാനില്ല. അപ്പം ഞാൻ അമ്മയുടെ കൂടെ തന്നെ പഠിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. ഒറ്റത്തുമ്പി പാടിയാണ്. ഇതിങ്ങനെ എടുത്തോട്ടെ. ഞാൻ പല്ലവിയിൽ ജോയിൻ ചെയ്യാം. പരിപാടികൾ കാണാതെ അറിഞ്ഞൂടാ. മൈക്ക്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ താരാപഥം ചേതോഹരം എന്ന പാട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിങ്ങിപ്പൂവിൽ മൃദുചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. സഫലമീ നേരം ഹൃദയ വീണകളിൽ ഉണരുമോ പ്രേമ കാവ്യമായി. സഫലമീ നേരം ഹൃദയ വീണകളിൽ ഉണരുമോ പ്രേമ കാവ്യമായി. സ്വർണദീപശോഭയിൽ വന്ന ദേവകന്യകേ, മണ്ണിലാകെ നിന്റെ മഞ്ജുവാടും ഗാനം കേട്ടു ഞാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഒരുപാട് സന്തോഷം. ലവ് യു ആൾ. താങ്ക് യു. സന്തോഷമായി ഏട്ടാ. താങ്ക് യു. ഒരുപാട് നാളിന് ശേഷം ദിലീപിന്റെ പാട്ട് കേൾക്കാൻ പറ്റി. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. സംഗീതം അറിയുന്ന ഒരുപാട് കലാകാരന്മാരുള്ള ഈ അങ്ങാടിപ്പുറത്തിൻ്റെ വേദിയിൽ 2 വരി നാടൻ പാട്ട് ചിത്ര ചേച്ചിയുടെ മുന്നിൽ പാടാൻ അവസരം നൽകിയതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഈ പാട്ട് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി സമർപ്പിക്കുന്നു. ആരിയ നെല്ലിൻ്റെ ഓലെ ഞാടും പോലെ ചാഞ്ചാടും നീ ചെറിഞ്ഞാട്, ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീയുറങ്ങ. അക്കണ്ടം ഇക്കണ്ടം മേലേത്തെ കുഞ്ഞിക്കണ്ട
കണ്ടത്തിനോരത്ത് കൊണ്ടും കുത്തി ആയിലയില ചേമ്പില നുള്ളിട്ട് പാട്ട് കേട്ട് നീയുറങ്ങ. അടുത്ത മറുമൊഴി പ്രസംഗത്തിനായി അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നിവിടെ മാതാതിരി പുരസ്കാരം 2024 അമ്മയുടെ ദിവ്യസ്വരൂപം കൊത്തിയെടുത്ത നമ്മുടെ ശില്പി ശ്രീ സിനോജ് തൃശ്ശൂരിൽ നിന്നും വരുന്നു. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, തൃശ്ശൂരിൽ നിന്നും അദ്ദേഹം വരുന്നത് ചിത്രചേച്ചിയെ കാണുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ആ ശില്പം തയ്യാറാക്കി അവർക്ക് സമർപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിവാഹമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേര് ദമ്പതികളോടുകൂടി തന്നെയാണ് എത്തിയിരിക്കുന്നത്. അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ശില്പിയെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സിനോജ് തൃശ്ശൂർ. ഈ ചടങ്ങിന്റെ അവസാന ചടങ്ങായ നന്ദി പ്രകാശനത്തിനായി നമ്മുടെ ആരാധ്യനായ അസിസ്റ്റന്റ് മാനേജർ തിരുമന്നാകുന്ന് ദേവസ്വം ശ്രീ AN ശിവപ്രസാദ് അവരുടെ വേദിയിലേക്ക് സമാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും മറ്റു വിശിഷ്ടാതികൾക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. 2024 പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യമായി എല്ലാവരെയും നന്ദി അറിയിക്കുന്നതാണ് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം. നമ്മുടെ മാതാതി പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള ലോകപ്രശസ്ത ഗായിക, മലയാളത്തിൻ്റെ വാരമ്പാടി, നമ്മളെല്ലാവരും എന്നും ഒരുപോലെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന പത്മഭൂഷൺ കേസർ ചിത്ര അവർകളെ ഞാൻ എൻ്റെ പേരിലും ദേവസ്വത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് വേണ്ടിയും മറ്റ് എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി ഈ വേദിയിൽ അധ്യക്ഷം വഹിച്ച മലബാർ ദേവസ്വം പ്രസിഡന്റ് പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്ത മലബാർ ദേവസ്വം പ്രസിഡന്റ് ശ്രീ MR മുരളി അവർകൾക്കും എൻ്റെ പേരിലും ദേവസ്വത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ വേദിയിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന ശ്രീമതി C. ബീന, കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ് അവർക്കും എൻ്റെ വേദിയിൽ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തിയ ദേവസ്വം തന്ത്രി ശ്രീ പന്തലക്കോട് നാരായണ നമ്പൂതിരി അവർക്കും എൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന അസിസ്റ്റന്റ് കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ് ശ്രീമതി PT വിജി അവർക്കും ദേവസ്വത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വേദിയിൽ ആദരിച്ച പ്രശസ്ത ഗാനരചയിതാവ് PC അരവിന്ദൻ അവർകൾ, എടപ്പറ്റ കോമരം ഗോവിന്ദൻ നായർ, മുതുവറ നാരായണ നമ്പീശൻ എന്നിവർക്കും ദേവസ്വത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരായ എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ പേരിലും ദേവസ്വത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ സമാപിച്ചു. ഇനി ചിത്രാമ്മയ്ക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയും കർത്തവ്യവുമാണ്. ഇനി തുടർന്ന് പൂജാവിശേഷങ്ങളും അതുപോലെ തന്നെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച ചടങ്ങുകളും മറ്റെല്ലാം നിർവഹിക്കാനുണ്ട്. അതിൻ്റെ സമയമായിരിക്കുന്നു. ഒപ്പം തന്നെ ചേച്ചിക്ക് അവിടെ കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. എല്ലാവരും സഹകരിച്ചുകൊണ്ട് അവർക്ക് സ്റ്റേജിൽ നിന്നും വാഹനത്തിലേക്ക് കടക്കുവാനുള്ള വഴി ഒരുക്കി കൊടുക്കുവാൻ എല്ലാവരോടും തിരുമാന്താംകുന്ന് പൂരം
തത്സമയം ബ്രോട്ട് യു ബൈ അറബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ പെരിന്തൽമണ്ണ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കിനി വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഇൻ അസോസിയേഷൻ വിത്ത് റിലയൻസ് ഡിജിറ്റൽ പെരിന്തൽമണ്ണ. പേഴ്സണലൈസിംഗ് ടെക്നോളജി. കോ സ്പോൺസേഡ് ബൈ കല്യാൺ സിൽക്സ് പെരിന്തൽമണ്ണ. പട്ടിന് ലോകം നൽകിയ പേര്. സർവീസ് സഹകരണ ബാങ്ക് പെരിന്തൽമണ്ണ. സുശക്തമായ സാമ്പത്തിക ഭദ്രതയും സുസ്ഥിരതയും. പ്രിൻസ് TVS അങ്ങാടിപ്പുറം. കം ടു അസ് ആൻഡ് ഫീൽ ലൈക്ക് എ പ്രിൻസ്. അറബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പെരിന്തൽമണ്ണ. ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസം. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. കാർഷിക സബ്സിഡിയോടുകൂടിയുള്ള അഗ്രി ഗോൾഡ് ലോൺ. 7% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. മഹിളാ ജ്യോതി മൈക്രോ ഫിനാൻസ് സ്കീം. ബിസിനസ്സുകാർക്ക് 2 പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന സമൃദ്ധി പദ്ധതി. ഗ്രാമിന് 4500 രൂപ വരെ വായ്പ നൽകുന്ന കാരുണ്യ ഗോൾഡ് ലോൺ. ഗ്രാമിന് 5000 രൂപ വരെയുള്ള ബീമ പദ്ധതി തുടങ്ങി നിരവധി വായ്പാ പദ്ധതികൾ. ആകർഷകമായ പലിശ നിരക്കുകളിൽ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം. സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കുകൾ. അറബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. TK ബിൽഡിംഗ് പെരിന്തൽമണ്ണ. ഫോൺ 04933 225533 9605 445533. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ കാലമാണത്. പ്രണയം തിരയായി എത്തുന്ന കടൽ തീരങ്ങൾ, മനസ്സുകൾ ഒത്തൊഴുകുന്ന ജലപാതകൾ, കാറ്റിനൊപ്പം ചലിക്കുന്ന അനുരാഗത്തിന്റെ ആകാശവീഥികൾ. പ്രകൃതി പൂക്കൾ പൊഴിക്കുന്ന കാട്ടുവഴികൾ. മേഘങ്ങൾക്കൊപ്പമുള്ള മംഗല്യാഘോഷങ്ങൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ്. മംഗല്യപ്പട്ടിന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ, കല്യാൺ സിൽക്സ്. TVSന്റെ ജനപ്രിയ 2 വീലറുകൾ ഇനി പ്രിൻസ് TVSയിലൂടെ സ്വന്തമാക്കൂ. അപ്പാച്ചി, ജൂപ്പിറ്റർ, റേഡിയൻ, എൻടോർക്ക്, റോണിൻ. പ്രിൻസ് TVS അങ്ങാടിപ്പുറം. കം ടു അസ് ആൻഡ് ഫീൽ ലൈക്ക് എ പ്രിൻസ്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് 1 വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ. ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ